ശുഭസായാഹ്നം. കൊച്ചി മെട്രോ ഫിലിം സൊസൈറ്റിയും ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇടപ്പള്ളി ചലച്ചിത്രോത്സവത്തിൻ്റെ 2ാം ദിനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഫാൻറ്റസിയുടെ ലോകമായ സിനിമയുടെ മറ്റൊരു മുഖമാണ് ജീവിത യാഥാർത്ഥ്യങ്ങളുടെ നേർക്കാഴ്ചയായ ഡോക്യുമെൻ്ററികൾ നമുക്ക് കാണിച്ചു തരുന്നത്. വൈവിധ്യമാർന്ന ഒരനുഭവമായി മാറുന്ന 3 ഡോക്യുമെൻ്ററികളാണ് ഇന്നിവിടെ പ്രദർശിപ്പിക്കുന്നത്. അജിത് കുമാർ സംവിധാനം ചെയ്ത ജലമുദ്ര, രാജേഷ് ജെയിംസിൻ്റെ സ്ലേവ്സ് ഓഫ് ദ എംപയർ, രാമദാസ് കടവല്ലൂരിൻ്റെ 21 ഡേയ്സ്. 3 സംവിധായകരും നമ്മോടൊപ്പം ഇന്നിവിടെയുണ്ട്. ഡോക്യുമെൻ്ററി സിനിമ വർത്തമാനവും ഭാവിയും എന്ന വിഷയത്തിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ച നയിക്കുന്നത് മെട്രോ ഫിലിം സൊസൈറ്റി അംഗവും കവിയും എഴുത്തുകാരനുമായ നിക്സൺ ഗോപാലാണ്. സംവിധായകരായ അജിത് കുമാർ, രാജേഷ് ജെയിംസ്, രാമദാസ് കടവല്ലൂർ, മോഡറേറ്റർ നിക്സൺ ഗോപാൽ എന്നിവരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സംവിധായകരെ പരിചയപ്പെടുത്തുക എന്ന എൻ്റെ കടമ നിർവഹിക്കുകയാണ്. അജിത് കുമാർ. ജലമുദ്ര എന്ന സിനിമയുടെ സംവിധായകൻ അജിത് കുമാർ കോഴിക്കോട് സ്വദേശിയാണ്. NITയിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ ശേഷം നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷനിലും കേരള ജലസേചന വകുപ്പിലും ജോലി ചെയ്തിട്ടുണ്ട്. കവിയായ അജിത് കുമാർ ലെഗ് ബിഫോർ വിക്കറ്റ്, പയ്യോളിക്കൊരു ടിക്കറ്റ് എന്നീ 2 കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ജലമുദ്ര എന്ന പേരിൽ പുതിയ ചരിത്ര പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് DC ബുക്സ് ആണ്. തൻ്റെ ജീവിതത്തിൻ്റെ 15 വർഷവും ചെലവഴിച്ച് അജിത് കുമാർ കാവ്യാത്മകമായി നർമ്മത്തിൽ പൊതിഞ്ഞ് സംവിധാനം ചെയ്ത ജലമുദ്ര കോവളം മുതൽ ബേക്കൽ വരെ നീളുന്ന കേരളത്തിൻ്റെ ഉൾനാടൻ ജലപാതയുടെ ആർദ്രമായ അടയാളപ്പെടുത്തലാണ്. ഇനി രാജേഷ് ജെയിംസ്. സ്ലേവ്സ് ഓഫ് ദ എംപയർ എന്ന ഡോക്യുമെൻ്ററിയുടെ സംവിധായകനായ രാജേഷ് ജെയിംസ് തേവര സേക്രഡ് ഹാർട്ട് കോളേജിലെ ഇംഗ്ലീഷ് അസിസ്റ്റന്റ് പ്രൊഫസറാണ്. സ്വതന്ത്ര ഡോക്യുമെൻ്ററി ഫിലിം സംവിധായകനും ചലച്ചിത്ര ഗവേഷകനുമാണ്. സീബ്ര ലൈൻസ്, നേക്കഡ് വീൽസ്, ഇൻ തണ്ടർ, ലൈറ്റ്നിങ് ആൻഡ് റെയിൻ, സ്ലേവ്സ് ഓഫ് ദ എംപയർ എന്നിവയാണ് രാജേഷിൻ്റെ ചിത്രങ്ങൾ. 2017 ഇന്ത്യയിലെ നവാഗത ഡോക്യുമെൻ്ററി സംവിധായകനുള്ള റിയാദ് വാഡിയ അവാർഡ്, മികച്ച ഡോക്യു ഷോർട്ട് ഫിലിമിനുള്ള KF പാട്ടീൽ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അവാർഡ്, കേരള സർക്കാർ പുരസ്കാരം, സ്ത്രീ പഠന കേന്ദ്രം ഫെമിനിസ്റ്റ് ഫിലിം ഫെസ്റ്റിവലിൽ PK റോസി പുരസ്കാരം തുടങ്ങി നിരവധി അവാർഡുകൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. വേൾഡ് ഫെസ്റ്റിവലുകളിലേക്ക് ഇദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ വിസിറ്റിംഗ് ഫാക്കൽറ്റിയാണ്. രാജേഷ് ജെയിംസ് സിനിമാ സാഹിത്യ സംബന്ധിയായ നിരവധി പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയാണ്. ഫോർട്ട് കൊച്ചിയിലെ ധോബി ഖാനയിലെ അലക്കു തൊഴിലാളികളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന ചിത്രമാണ് ഇന്നിവിടെ കാണിക്കുന്ന സ്ലേവ്സ് ഓഫ് ദ എംപയർ. ഇനി രാമദാസ് കടവല്ലൂർ. കടവല്ലൂർ സ്വദേശിയായ രാമദാസ് മലയാള മനോരമയിൽ പത്രപ്രവർത്തകനായി ജോലി ആരംഭിച്ചു. 10 വർഷത്തിലധികം ഡൽഹി ഓൾ ഇന്ത്യ റേഡിയോയിൽ വാർത്താവതാരകനായിരുന്നു. മണ്ണ് അഥവാ സ്പ്രൗട്ട് ഓഫ് എൻഡ്യൂറൻസ്, ബിയോണ്ട് ഹേറ്റ്രഡ് ആൻഡ് പവർ, വി കീപ് സിംഗിങ് എന്നീ 2 ഡോക്യുമെൻ്ററികളാണ് അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ളത്. ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് നടത്തുന്ന സയൻസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള ഫെഡറേഷൻ പുരസ്കാരം മണ്ണ് എന്ന ചിത്രത്തിന് ലഭിച്ചു. ധാക്ക ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ, നേപ്പാൾ കൾച്ചറൽ ഫിലിം ഫെസ്റ്റിവൽ, മാഡിസൺ സൗത്ത് ഏഷ്യൻ കോൺഫറൻസ് തുടങ്ങിയ നിരവധി ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്കും മണ്ണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. മായ ഏഞ്ചലോയുടെ സ്റ്റിൽ ഐ റൈസ് എന്ന കവിതയിൽ നിന്ന് പ്രചോദിതമായി നിർമ്മിച്ച ബിയോണ്ട് ഹേറ്റ്രഡ് ആൻഡ് പവർ, വി കീപ് സിംഗിങ് എന്ന ഡോക്യുമെൻ്ററി ജാഫ്ന ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ, IDSFFK, ബാംഗ്ലൂർ ക്യൂയർ ഫിലിം ഫെസ്റ്റിവൽ, കൽക്കട്ട LGBTQIA ഫിലിം ഫെസ്റ്റിവൽ, ചെന്നൈ ഇൻ്റർനാഷണൽ ഡോക്യുമെൻ്ററി ഫിലിം ഫെസ്റ്റിവൽ എന്നിവയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നിവിടെ കാണിക്കുന്ന പരീക്ഷണാത്മക ഡോക്യുമെൻ്ററിയായ 21 ഡേയ്സ് ലോക്ക്ഡൗൺ കാലത്തെ പശ്ചാത്തലമാക്കിയ ചില ചെറു സന്ദർഭങ്ങളെയാണ് നമുക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നത്. രാജേഷ് ജെയിംസും രാമദാസും മെട്രോ ഫിലിം സൊസൈറ്റിയുടെ സഹയാത്രികരായിട്ട് കുറച്ചു കാലമായി എന്നതിൽ നമുക്ക് ഏറെ സന്തോഷമുണ്ട്. അടുത്തതായി ചർച്ചയാണ്. ഡോക്യുമെൻ്ററി സിനിമ വർത്തമാനവും ഭാവിയും എന്ന വിഷയത്തിൽ ചർച്ച നയിക്കുന്നതിനായി മോഡറേറ്റർ നിക്സൺ ഗോപാലിനെ സാദരം ക്ഷണിക്കുന്നു.
ചർച്ചയിലേക്കും തുടർന്നുള്ള പ്രദർശനത്തിലേക്കും നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സാന്നിധ്യം ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. നമ്മൾ വളരെ കുറഞ്ഞ ഒരു പ്രേക്ഷകരുടെ ലഭ്യതയിലാണെന്ന് ഇവിടെ ഇരിക്കുന്നത്. എങ്കിൽ പോലും എപ്പോഴും സാധാരണ രീതിയിൽ നമുക്ക് ആളുകൾ എപ്പോഴും കിട്ടുന്നൊരു ഓപ്പൺ എയറാണത്. ഇന്നിപ്പോൾ മഴ നമുക്ക് ഒരു തടസ്സമായി വന്നിരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഏകദേശം 1 മണിക്കൂറാണ് നമുക്ക് ഉള്ളത്. അതിൽ ഡോക്യുമെൻ്ററി സിനിമയുടെ വർത്തമാനവും ഭാവിയും എന്നുള്ള വിഷയത്തിലാണ് ഒരു ചർച്ച നമ്മൾ ശ്രമിക്കുന്നത്. പ്രധാനമായിട്ടും ഇപ്പം ഞാൻ രാജേഷിൻ്റെയും രാമദാസിൻ്റെയൊക്കെ സിനിമകൾ കണ്ടിട്ടുണ്ട്. പലതരം ഡോക്യുമെൻ്ററികളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഇപ്പോൾ ആനന്ദ് പട്വർദ്ധൻ മുതലുള്ള ആളുകളുടെ ഡോക്യുമെൻ്ററി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാതൃക എന്ന നിലയ്ക്ക് അതിനെ കാണാൻ കഴിയും. എന്നാൽ നമ്മൾ പഴയകാലത്ത് സിനിമ തിയേറ്ററുകളിലും മറ്റും പലതരത്തിലുള്ള ഡോക്യുമെൻ്ററികൾ, പ്രത്യേകിച്ച് കലാകാരന്മാരെ പറ്റിയുള്ള ബയോ ഡോക്യുമെൻ്ററികൾ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ കേവലം മരിച്ചുപോയ മനുഷ്യരായിരിക്കാം. അവരെ വീണ്ടും ഒന്ന് റീകോൾ ചെയ്യുന്ന രീതിയിൽ കുറച്ച് സപ്പോർട്ടിങ് നരേഷൻസ് ഇതൊക്കെ നൽകുന്ന രീതിയിൽ ഉള്ള ഡോക്യുമെൻ്ററികളാണ് നമ്മൾ സർക്കാർ തലത്തിലുള്ള ഫണ്ടൊക്കെ ഉപയോഗിച്ച് നടത്തുന്ന ഡോക്യുമെൻ്ററി ആയിട്ട് നമ്മൾ കാണുന്നത്. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് ഡോക്യുമെൻ്ററിയുടെ രൂപത്തിലും അതിൻ്റെ വിനിമയത്തിലും ഒക്കെ വളരെയധികം വളർച്ച വന്നിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. അത് വളരെയധികം ലിവിങ് റിയാലിറ്റിയുമായി അടുത്ത് നിൽക്കുന്ന ഒരു ആവിഷ്കാരമായിട്ട് മാറിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മറ്റേതൊക്കെ ഒരു സ്റ്റഡി മോഡിലുള്ള, സർക്കാർ തലത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഡോക്യുമെൻ്ററി ഒരു സ്റ്റഡി മോഡിലുള്ളതും നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഔട്ട്സൈഡ് ആഖ്യാനത്തിൻ്റെ ഫലമായിട്ട് ഒബ്ജക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഒബ്ജക്റ്റിവിറ്റിക്ക് കുറച്ചും കൂടി പ്രാധാന്യം നൽകുന്നതാണെങ്കിൽ രാജേഷിൻ്റെ തറവിലേക്ക് എത്തുമ്പോഴേക്കും അത് എൻഗേജിങ് ആയിട്ട് മാറുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ലിവിങ് ലേണിംഗ് മോഡിലുള്ള ഡോക്യുമെൻ്ററികളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ രാമദാസിൻ്റെ മണ്ണും, അതുപോലെ തന്നെ ബിയോണ്ട് ഹേറ്റ്രഡ് ആൻഡ് പവർ ആൻഡ് വി കീപ് സിംഗിങ് എന്നുള്ള ഡോക്യുമെൻ്ററിയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സംവിധായകൻ അതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. അദ്ദേഹം ആ പോകുന്ന ഇടങ്ങളിലെല്ലാം ആളുകളുമായിട്ട് എൻഗേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇടപെടലിൻ്റേതായിട്ടുള്ള ഒരു ആസ്പെക്റ്റും കാണുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ മൃതമായ അല്ലെങ്കിൽ ഒരു സ്റ്റഡി മോഡിലുള്ള ആവിഷ്കാരങ്ങളല്ല, മറിച്ച് എൻഗേജ് ചെയ്യുന്ന, ഇടപെടുന്ന, ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ അവർ ഈ ഡോക്യുമെൻ്ററികളിൽ ഉണ്ടായിട്ടുള്ള ആളുകളെ വിളിച്ചു വരുത്തി ഇവിടെ നിന്ന് സംസാരിക്കാം. അത്രയ്ക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. മറ്റേത് ഒരു വിദൂര ഭൂതകാലത്തെ കാണിക്കുമ്പോൾ ഇവർ എടുത്ത അല്ലെങ്കിൽ ഇവരുടെ ശ്രദ്ധാപരിസരം എന്ന് പറയുന്നത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന മനുഷ്യരും സാഹചര്യമൊക്കെയാണ്. അത് വളരെ ത്രില്ലിംഗ് ആണ്. ഒരുപക്ഷെ നമുക്ക് ജീവിതത്തെ ഏറ്റവും അതിൻ്റെ ജൈവോർജത്തോടു കൂടി കാണാനും അവരുടെ സിദ്ധിയെ വെളിപ്പെടുത്താനും ഒക്കെ കഴിയുന്ന രീതിയിലാണ് ഇവരുടെ മനുഷ്യാഭിമുഖ്യം ഉണ്ടായിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അജിത് കുമാർ ക്ഷമിക്കണം, ഞാൻ കാണാനിരിക്കുന്നതേ ഉള്ളൂ അജിത് കുമാറിൻ്റെ ഡോക്യുമെൻ്ററി. എങ്കിലും എനിക്ക് പ്രതീക്ഷയുണ്ട് ഒരു പുതിയ ആളെന്ന നിലയിൽ. ഇവിടെ നമ്മൾ ഡോക്യുമെൻ്ററി വർത്തമാനവും ഭാവിയും എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, ഇപ്പം ഈ പറഞ്ഞൊരു പശ്ചാത്തലത്തിൽ നിന്ന് നോക്കിക്കാണുന്നത് എങ്ങനെയാണ് അവർ, അതായത് ഒരു പൂർവ്വധാരണയോട് കൂടിയിട്ടാണോ ഈ ഡോക്യുമെൻ്ററി എന്നുള്ളൊരു സങ്കേതം തിരഞ്ഞെടുത്തത്, അതിലെങ്ങനെയൊക്കെ അവരെ സ്വാധീനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പം സിനിമയോട് അടുത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ സിനിമയുടെ ഹാങ് ഓവറായിട്ടാണോ അത് വരുന്നത്, അല്ലെങ്കിൽ തങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു അഴിച്ചുപണിയാണോ എന്നൊക്കെയുള്ള കർത്തൃത്വപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇടപെടൽ എന്ന നിലയ്ക്കുള്ള കുറേ കാര്യങ്ങളാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു വളരെ പേഴ്സണലായിട്ട് അത് സംസാരിക്കുമ്പോൾ തന്നെ അത് സോഷ്യലായിട്ട് നമ്മൾക്ക് വായിക്കാനാവും. സോഷ്യൽ എന്നോ അല്ലെങ്കിൽ പേഴ്സണൽ എന്നോ ഒരു വിഭജിതമല്ലാത്ത പഠനങ്ങളും റിഫ്ലക്ഷൻസുകളാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. സോഷ്യലി ഈസ് ആൾസോ പേഴ്സണലി ഈസ് ആൾസോ പൊളിറ്റിക്കൽ എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ വളരെ വ്യക്തിഗതമായും എന്നാൽ സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ അംശത്തോടു കൂടി അതിനെ എങ്ങനെ കോർത്തുകൊണ്ട് പോകാം, തങ്ങൾ എങ്ങനെ
ഈ വർത്തമാനത്തിൽ ഇങ്ങനെ ഒരു സങ്കേതവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എങ്ങനെ നമ്മൾ ചലിക്കുന്നു, ഡോക്യുമെൻ്ററി വക്താക്കൾ എന്ന നിലയിൽ അവരെങ്ങനെ ചലിക്കുന്നു എന്നുള്ളതറിയാനാണ് നമ്മൾക്കെല്ലാവർക്കും ഇഷ്ടം എന്ന് തോന്നുന്നു. എല്ലാവർക്കും ഒരു 15 മിനിറ്റ് അവരുടെ ഒരു കോർ എലമെൻറ്റുകൾ സംസാരിക്കാനുള്ള സമയമുണ്ട്. ആർക്കെങ്കിലും ചർച്ചയിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ അവസാനം ഞാൻ ക്ഷണിക്കാം. എന്തെങ്കിലും ചോദ്യോത്തരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും ആകാം. യെസ്, ഇവിടെ പങ്കെടുക്കുന്നവർ എന്നുള്ളൊരു പാനലുണ്ട്, അത് പറയാം. ഒന്നാമത് ശ്രീ അജിത് കുമാർ, രണ്ടാമത് ശ്രീ രാജേഷ് ജെയിംസ്, മൂന്നാമത് ശ്രീ രാംദാസ് കടവല്ലൂർ. ശ്രീ അജിത് കുമാർ തുടങ്ങി വെച്ചത് നന്നായിരിക്കും. പ്രായം കൊണ്ടാണെന്ന് തോന്നുന്നു എന്നെ ആദ്യം തിരഞ്ഞെടുത്തത്. ഞാനിവിടെ എൻ്റെ ഡോക്യുമെൻ്ററിയുടെ പേര് ജലമുദ്ര എന്നാണ്. അത് കേട്ടിട്ടാണോ എന്നറിയില്ല. ഒരു അരമണിക്കൂർ മുമ്പ് നല്ല മഴ പെയ്തു. ഞാൻ കുറച്ച് സമാധാനമുണ്ട്. കാര്യം ഇതിലെങ്ങനെ എക്കോ വരുമോ, അല്ലെങ്കിൽ എൻ്റെ ശബ്ദത്തിൽ ഡോക്യുമെൻ്ററിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള സംശയം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒന്ന് അടങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരു എൻജിനീയറാണ്, എൻ്റെ പ്രൊഫഷൻ എൻജിനീയറാണ്. അതിനിടയ്ക്ക് ഞാൻ എൻ്റെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ കവി ശ്രീകുമാർ കരിയാട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഒന്ന് റെക്കഗ്നൈസ് ചെയ്യാണ്. ഈ എൻജിനീയറിങ്ങിൻ്റെ ഭാഗമായിട്ട് ഉൾനാടൻ ജലപാത വികസനത്തിൻ്റെ ചില പ്രവൃത്തികൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അതിൻ്റെ ഒരു പ്രത്യേക പോർഷനിൽ നമ്മളൊരു കനാൽ ഡെവലപ്പ് ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ തെക്കോട്ടും വടക്കോട്ടുമുള്ള അതിൻ്റെ രേഖ ഒരു ജലരേഖയായിട്ടാണ് ഉണ്ടായിരുന്നത്. ഒരു ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ല. നമ്മുടെ പൊതുവെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോക്യുമെൻറ്റേഷൻ സൈഡാണ്. അപ്പം ഇതിൻ്റെ അതിനെക്കുറിച്ച് അറിയാൻ നമുക്ക് നമ്മുടെ സബോർഡിനേറ്റ്സിനോട് ചോദിച്ചാലും അറിയില്ല, സുപ്പീരിയേഴ്സിനോട് ചോദിച്ചാലും അറിയില്ല. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരുടെയും കാര്യം അത് തന്നെയാണ്. അപ്പോൾ അതിനാണ് ഈ അജ്ഞതയാണ് ഇതിലേക്ക് റിസർച്ച് ചെയ്യാനുണ്ടായ കാരണം. മാത്രമല്ല, ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഒരു പുസ്തകമോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള എന്തെങ്കിലും മൂർത്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു പാഠമൊന്നുമില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം നന്നായിട്ട് അഭിമുഖീകരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ കേരളത്തിലെ പുരാരേഖകൾ തപ്പുകയേ രക്ഷയുള്ളൂ. അങ്ങനെ ഈ കേരളത്തിലെ 3 ആർക്കൈവ്സുകളിലെ രേഖകൾ പരിശോധിക്കേണ്ടി വന്നു. ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററിയാണിത്. അപ്പോൾ അങ്ങനെ ഒരു സാധനം, അങ്ങനെയുള്ളൊരു രേഖ ഉണ്ടാക്കണമെങ്കിൽ രേഖകളുടെ പല ചിതറിക്കിടക്കുകയാണ്. ആ രേഖകളൊക്കെ ഉണ്ടാക്കുമ്പോഴേക്ക് 5 കൊല്ലം അതിന് വേണ്ടി എടുത്തു. അതിനുശേഷമാണ് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കാനുള്ള ശ്രമം നടന്നത്. സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നതും ഡോക്യുമെൻ്ററിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു ഫീച്ചർ ഫിലിമാണെങ്കിൽ ഞാനൊരു കഥാതന്തു ഉണ്ടാവും. ആ കഥാതന്തുവിൽ കുറേ സംഭവങ്ങളുണ്ടാവും. അത് ചിത്രീകരിക്കുക, നന്നായിട്ട് എഡിറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഒരു പോക്ക്. ഈ ഡോക്യുമെൻ്ററിയിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇത് എഡിറ്റിംഗ് ടേബിളിൽ വെച്ചിട്ട് ഒരു ഐഡിയ മാത്രമേ ഉള്ളൂ, ഇത് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പം ഇത്തരത്തിൽ ഈ സ്ക്രിപ്റ്റ് എനിക്ക് 6 തവണ മാറ്റി എഴുതേണ്ടി വന്നു. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ഫോർമാറ്റിലേക്ക് ഇത് എത്തിയിട്ടുള്ളത്. ഇതിൻ്റെ പറയുകയാണെങ്കിൽ നമ്മളെ ഡോക്യുമെൻറ്റേഷൻ സൈഡിൽ തിരുവനന്തപുരം ആർക്കൈവ്സിൽ നല്ല രീതിയിലുണ്ട്. കൊച്ചിയിൽ കുറച്ച് അത്ര നന്നായിട്ടില്ല. കോഴിക്കോട് ആർക്കൈവ്സിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കീഴിലായിരുന്നു മലബാർ എന്നതുകൊണ്ട് നല്ല രീതിയിൽ അത് ഡോക്യുമെൻറ്റേഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം, ഞാൻ ഡോക്യുമെൻ്ററിയെ കുറിച്ച് പറയുമ്പോൾ ഡോക്യുമെൻസിനെ കുറിച്ചും കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാര്യം നമ്മളിപ്പോൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഒന്നും ഒരു ഓഫീസിലും അത് ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുന്നില്ല. നമ്മളൊരു 47 മുതൽ ഉള്ള ഒരു റെക്കോർഡ്സ് നമുക്ക് കിട്ടാനില്ല. അത് പിന്നെയും നമ്മൾ ഒരു അജ്ഞതയിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ആ ഡോക്യുമെൻറ്റേഷൻ്റെ സൈഡ് ഒന്ന് നമ്മൾ സ്ട്രോങ് ആക്കണമെന്നാണ് ഇതിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ചെയ്തപ്പോൾ അതിൻ്റെ ഒരു പാർശ്വഫലമായിട്ട് എനിക്കൊരു മാനേജ്മെൻറ്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് സൈഡിലുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. നമ്മളെ ഓഫീസുകളിലും ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത്, എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ഫിംഗർ ടിപ്പിൽ കിട്ടുന്ന രീതിയിലുള്ള ഡോക്യുമെൻറ്റേഷൻ ഇതുവരെ നടന്നിട്ടില്ല. ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പരിചയപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളിലൊന്നും അങ്ങനെയൊന്നുമില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലപാതകളെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പം ജലപാതകളെക്കുറിച്ച്, കനാലുകളെക്കുറിച്ച്,
നമ്മുടെ കേരളത്തിലെ പണ്ട് കാലത്ത് സഞ്ചരിച്ചിരുന്ന ജലപാതകളുടെ ചരിത്രമാണ് ഞാൻ ഈ ഡോക്യുമെൻ്ററിയിൽ പറയുന്നത്. അത് ഇന്ന് എന്ത് നടക്കുന്നു, നാളെ ഇത് ചരക്ക് കൊണ്ടുപോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതെന്തുകൊണ്ട് നടക്കുന്നില്ല, അവിടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ള രീതിയിലുള്ള ഒരു അവതരണമല്ല ഇത്. കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു പാതയുടെ, ആ പാതയുടെ ചരിത്രത്തിലേക്കുള്ള അന്വേഷണമാണ്. മലബാർ മാനുവലിൻ്റെ ആമുഖത്തിൽ വില്യം ലോഗൻ എഴുതി വച്ചിരിക്കുകയാണ്, ചരിത്രം ഇല്ലാത്ത ഒരു ജനത സന്തുഷ്ടരായിരിക്കണം. നമ്മുടെ ചരിത്രം നമുക്ക് അറിയുന്നില്ലെങ്കിൽ നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് നടക്കുകയാണ്. എന്താണ് നമ്മുടെ ചരിത്രം, നമുക്ക് എന്ത് നഷ്ടപ്പെട്ടു എന്ന് നമുക്കറിയുന്നില്ല. നമ്മൾ ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് കിട്ടുന്നു, നമ്മൾ ജീവിക്കുന്നു എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ആ വാക്യത്തെ ചരിത്രം അറിയാത്ത ഒരു ജനത സന്തുഷ്ടരായിരിക്കും എന്നുകൂടെ മാറ്റാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം നമ്മുടെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നില്ല. ഞാനൊരു ചരിത്രകാരനല്ല, ഒരു എൻജിനീയറാണ്. പക്ഷേ ഇത്തരത്തിൽ അതിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരുപാട് ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ചളിയിൽ ആഴ്ത്തപ്പെട്ട, ചെളി മൂടിപ്പോയ ഒരു ചരിത്രം, ഒരു ജലപാതകളുടെ തന്നെ ചളി മൂടിയെന്ന് പറയാൻ പറ്റുന്ന ഒരു ചരിത്രമാണ് മുന്നിലാവുക. അതായത് ചെല്ലുമ്പോൾ നമ്മൾക്ക് മുന്നിൽ ഒരു തോടായി, ഒരു മെലിഞ്ഞ തോടായിട്ട് ഇടുങ്ങി ചുറ്റും കൈതക്കാടുകളൊക്കെ ആയിട്ട് ഇങ്ങനെ അനാഥമായി നിൽക്കുന്ന കനാലുകളുടെ ഒരു കാഴ്ചയാണ് എന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യം ഞാൻ ഈ ഒരു ഡോക്യുമെൻ്ററി ചെയ്തത് വടകര മാഹി കനാൽ എന്ന് പറഞ്ഞൊരു കനാലുണ്ട്. അത് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 18 കിലോമീറ്റർ നീളമുള്ള ഒരു കനാലാണ്. ആ കനാൽ വെട്ടുകയാണ്. ആ വെട്ടുന്നത് 18 കിലോമീറ്റർ വെട്ടിക്കഴിഞ്ഞു. അത് വെട്ടുന്നതിൻ്റെ ഒരു ഡോക്യുമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഷൂട്ട് ചെയ്തു. അതാണ് പിന്നെ ഇങ്ങനെ അത് ആ ബീജത്തിൽ നിന്നാണ് ഈ ഒരു ഡോക്യുമെൻ്ററി കേരളത്തിലെ എല്ലാ ഇതിലേക്കും വന്നത്. എളുപ്പമായിരുന്നില്ല. ഇതിനൊക്കെയുള്ള പ്രശ്നങ്ങളും ഒന്നും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സെക്കൻഡറി ഡാറ്റ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് മുഴുവൻ പഠിച്ചെടുക്കേണ്ടത് ഒരു പ്രശ്നം തന്നെയായിരുന്നു. അങ്ങനെ ഡോക്യുമെൻ്ററി മാത്രമല്ല, ഇതോടനുബന്ധിച്ച് ഞാൻ അതൊരു പുസ്തകവും ആക്കുന്നുണ്ട്. ഈ പുസ്തകം ജലമുദ്ര എന്ന പേരിൽ തന്നെ DC ബുക്സ് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. ഫൈനൽ പ്രൂഫ് റീഡിങ് നടക്കുകയാണ്. ആ പുസ്തകത്തിലാവുമ്പോൾ നമുക്ക് ആൾക്കാരെ ബോറടിപ്പിക്കാണ്ടിരിക്കുന്നോ ഒന്നും നോക്കണ്ടല്ലോ. ഡോക്യുമെൻ്ററി ആകുമ്പോൾ നമുക്ക് ഇത്രയും സമയത്തിനുള്ളിൽ ആൾക്കാരെ ബോറടിപ്പിക്കാണ്ട് കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. അതില്ല. ആ പുസ്തകത്തിൽ ലോകത്തിലെ പല കനാലുകളെക്കുറിച്ചും BC-യിലുണ്ടായിരുന്ന കനാലുകളെക്കുറിച്ചും ഇന്ത്യയിൽ ഫിറോസ് ഷാ തുഗ്ലക്ക് 14-ാം നൂറ്റാണ്ടിൽ തുടങ്ങി വെച്ച നാവിഗേഷൻ കനാലിനെ കുറിച്ചും ഇന്ത്യയിലെ ബക്കിംഗ്ഹാം കനാലിനെ കുറിച്ചും ഒറീസ കോസ്റ്റൽ കനാലിനെ കുറിച്ചും ഒക്കെയുള്ള വിശദമായിട്ടുള്ള പഠനങ്ങളോട് കൂടിയിട്ടുള്ള തയ്യാറാക്കിയ കേരളത്തിനെ കുറിച്ച് 4 അധ്യായങ്ങളായിട്ട് തന്നെ വിവരിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ വിശദമായിരിക്കും. പക്ഷേ ഈ ഡോക്യുമെൻ്ററിയിൽ കേരളത്തിൻ്റെ ഈ കോവളം മുതൽ ബേക്കൽ വരെയുള്ള നീളത്തിലുള്ള ജലപാതയുടെ ചരിത്രവും ആ പ്രദേശത്തുകൂടെ കടന്നു പോകുമ്പോഴുള്ള നഗരങ്ങളിലൂടെയുള്ള കടന്നുപോക്കും ആ ജലപാതയിലുള്ള ജലസേചന നിർമ്മിതികളും ആ നിർമ്മിതികളുടെ ചരിത്രവും എല്ലാം ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, കാണാൻ പോകുന്നതല്ലേ. നമസ്കാരം. ശ്രീ അജിത് കുമാറിൻ്റെ ഡോക്യുമെൻ്ററി നമുക്ക് കാണാം. അടുത്തതായിട്ട് ശ്രീ രാജേഷ് ജെയിംസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മെട്രോ ഫിലിം സൊസൈറ്റിയിലെ സഹയാത്രികൻ മാത്രമല്ല ഒരു അംഗമാണ്. അപ്പോൾ ആ ഒരു പ്രിവിലേജിൻ്റെ ആംഗിളിൽ കൂടെയാണ് ഞാൻ സംസാരിക്കുന്നവരായിട്ട്. അപ്പോൾ ഒരു അംഗം എന്ന രീതിയിൽ നിങ്ങൾ എന്നെ പരിഗണിക്കുക. സ്വാഭാവികമായിട്ടും നമ്മൾ തന്നെ പാർട്ടായിട്ടുള്ള ഒരു ഫിലിം സൊസൈറ്റിയിൽ നമ്മളുടെ ഒരു സിനിമ കാണിക്കുക എന്ന് പറയുന്നതിലൊരു സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ മറ്റ് സിനിമകൾ ഒരുമിച്ച് കാണുക, അല്ലെങ്കിൽ കുറേ സിനിമകൾ കാണാനായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്ത ആളുകളുടെ കൂടെ നിന്ന് സിനിമ കാണിക്കുക ഒരു വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഞാൻ ഈ പ്രോഗ്രാമിനെ കാണുന്നത്. അപ്പം ഏകദേശം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ഫെസ്റ്റിവലിൽ ഡോക്യുമെൻ്ററിക്ക് വേണ്ടി ഒരു സെഷൻ ഉൾപ്പെടുത്തിയ മെട്രോ ഫിലിം സൊസൈറ്റിയിലെ എല്ലാ അംഗങ്ങൾക്കും ആദ്യമേ തന്നെ നന്ദി പറയുകയാണ്. കാരണം ഡോക്യുമെൻ്ററി സിനിമയെക്കുറിച്ച് വർഷങ്ങളായിട്ട് പഠിക്കുന്ന ഒരു ആളെന്ന രീതിയിൽ
എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത് ഈ കേരളത്തിൽ യഥാർത്ഥത്തിൽ പൂർണ്ണ വളർച്ചയെത്താതെ മരിച്ചു പോയിട്ടുള്ള ഒരു മാധ്യമമാണ് ഡോക്യുമെൻ്ററി സിനിമ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എവിടെയൊക്കെയോ ചില ആളുകൾ ഡോക്യുമെൻ്ററി സിനിമയിൽ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും എന്നാൽ അത് പൂർണ്ണ വളർച്ചയെത്താതെ മരിച്ചു പോയിട്ടുള്ളൊരു മീഡിയമാണ് അത്. കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ മറ്റ് സിനിമാ ഫോമുകളെ നിങ്ങൾ പഠിക്കുമ്പോൾ അറിയാം, അത് ലോകപ്രസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചില ഏടുകൾ അത്തരം സിനിമകൾക്കുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ കേരളത്തിൽ നമുക്ക് ആനന്ദ് പട്വർദ്ധനെ പോലെ ഉയർത്തി കാട്ടാൻ പറ്റിയ ഒരു ഫിലിം മേക്കർ ഇല്ല, ഡോക്യുമെൻ്ററി ഫിലിം മേക്കർ ഇല്ല. ഇപ്പോഴും നമുക്ക് അടൂരുണ്ട്, അരവിന്ദനുണ്ട്, അവരൊക്കെ തീർച്ചയായിട്ടും ഫിക്ഷൻ സിനിമയുടെ ആളുകളാണ്. ആ രീതിയിലാണ് അവരെ അടയാളപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന സിനിമകൾക്ക് അത് ഡോക്യുമെൻ്ററി സിനിമയായാലും ഫിക്ഷൻ സിനിമയായാലും അതിനൊരു പ്രത്യേക തലമുണ്ട് എന്ന ആ രീതിയിലാണ് ഞാനതിനെ വായിക്കുന്നത്. പക്ഷെ കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും ലിറ്ററസി റേറ്റുള്ള സിനിമയെക്കുറിച്ച് ഇത്രയും ഇൻഫോംഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഡോക്യുമെൻ്ററി എന്ന് പറഞ്ഞൊരു മാധ്യമം എന്തുകൊണ്ട് ഇപ്പോഴും അതിൻ്റെ ശൈശവ ദശയിൽ തന്നെയാണ് എന്നത് തീർച്ചയായിട്ടും ഒരു സിനിമാ സൊസൈറ്റി അല്ലെങ്കിൽ ഫിലിം സൊസൈറ്റി പ്രവർത്തകനായിട്ടുള്ള ഒരു സിനിമാ ഗവേഷകനായിട്ടുള്ള ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ ഞാൻ എൻ്റെ ഗവേഷണത്തിൻ്റെ വിഷയമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു ഫിലിം മേക്കർ എന്ന രീതിയിലും ഞാനിത് അന്വേഷിച്ചിട്ടുണ്ട്. അതേസമയം ഇന്ത്യൻ ഡോക്യുമെൻ്ററികൾ നിരന്തരം നിങ്ങൾ നോക്കിക്കോളൂ, നിരവധി ലോകോത്തര ഫെസ്റ്റിവൽസിൽ എല്ലാ വർഷവും പെർഫോം ചെയ്യുമ്പോൾ മലയാളത്തിൽ നിന്നുള്ള ഡോക്യുമെൻ്ററികൾ ഇന്ത്യക്കപ്പുറം സഞ്ചരിക്കാനായിട്ട് പലപ്പോഴും സാധിക്കുന്നില്ല. ഇത് ഇവിടുത്തെ ഫിലിം സൊസൈറ്റികൾക്കും ഇവിടുത്തെ ചലച്ചിത്ര അക്കാദമിക്കും ഇവിടുത്തെ സിനിമാ കോൺസെപ്റ്റുകൾക്കും ഇവിടുത്തെ ഫിലിം സ്കൂളുകൾക്കും തീർച്ചയായിട്ടും അതിനൊരു ഉത്തരവാദിത്തമുണ്ട് എന്നാണ് എൻ്റെ ഒരു നിരവധി വർഷത്തെ ഈ ഡോക്യുമെൻ്ററി മീഡിയത്തോടുള്ള ഒരു സഹവാസം കൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. കാരണം ഇന്ത്യയിലെ ഡോക്യുമെൻ്ററി മൂവ്മെൻറ്റ്സിൻ്റെ തുടക്കം, ഇത് കുറച്ചൊരു അക്കാഡമിക് സ്വഭാവം വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടി ആയിരിക്കില്ല ഇവിടെ ഇരിക്കുന്നത്. ഒരു ചർച്ച എന്ന രീതിയിലാണ് ഞാൻ അതിനെ മുന്നോട്ട് വെക്കുന്നത്. 1896 ഇന്ത്യയിൽ ആദ്യമായി സിനിമ വരുന്നത്. അതിനുശേഷം 1897, 98 കാലഘട്ടങ്ങളിൽ തന്നെ ഇന്ത്യയിൽ ഡോക്യുമെൻ്ററി ഉണ്ടായിട്ടുണ്ട്. ഭട്ടഭദേക്കർ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ഫിലിം മേക്കർ ലണ്ടനിൽ ചെന്ന് സിനിമയെക്കുറിച്ച് പഠിച്ച് അദ്ദേഹം ആദ്യമായി ഡോക്യുമെൻ്ററി സിനിമകൾ ചെയ്യുന്നുണ്ട് 1898 തന്നെ. അതിന് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് 1910-11 കാലഘട്ടങ്ങളിലാണല്ലോ ഇവിടെ ദ സോ കോൾഡ് ഫിക്ഷൻ സിനിമ ഉണ്ടാകുന്നത്. അതിന് 10-20 വർഷം മുമ്പ് തന്നെ ഇന്ത്യയിൽ ഡോക്യുമെൻ്ററി സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഫിലിംസ് ഡിവിഷൻ ഡോക്യുമെൻ്ററിയുടെ കാലഘട്ടങ്ങൾ പരിശോധിക്കുമ്പോൾ അതിനുശേഷം വന്ന സ്വതന്ത്ര അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഡോക്യുമെൻ്ററി മൂവ്മെൻറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലെ ഡോക്യുമെൻ്ററിയെ കുറിച്ച് പഠിക്കുമ്പോൾ ഏകദേശം 100 വർഷങ്ങൾക്ക് ചരിത്രമുള്ള അല്ലെങ്കിൽ അതിനപ്പുറം ചരിത്രമുള്ള ഒരു മാധ്യമമാണ് ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഡോക്യുമെൻ്ററിയെ നമ്മൾ പഠിക്കുമ്പോൾ നിരവധി ഡോക്യുമെൻ്ററികൾ നമ്മൾക്ക് എടുത്തു കാട്ടാനായിട്ടുണ്ട്, ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ പഠിക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ചരിത്രമാണ് ഇന്ത്യൻ ഡോക്യുമെൻ്ററികളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തോന്നുന്നു. ഞാൻ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പോയിൻ്റാണ്, മലയാള സിനിമയ്ക്കും അതുപോലെ തന്നെ ഏകദേശം 75 വർഷങ്ങൾക്ക് അപ്പുറം 1928 നമ്മൾ സാധാരണ പറയാറുള്ള സിനിമയുടെ തുടക്കം. പക്ഷേ സിനിമയെക്കുറിച്ച് പഠിക്കുന്ന അത്രയും വർഷത്തെ ഏകദേശം 75 വർഷം അതിനപ്പുറം ചരിത്രമുള്ള 100 വർഷമാകാൻ പോകുന്നില്ല, 28 സ്വാഭാവികമായിട്ടും 100 വർഷത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ വരികയാണ്. പക്ഷെ നമ്മൾക്ക് എടുത്തു കാട്ടാനായിട്ട് എത്ര ലോകോത്തരമായിട്ടുള്ള ഡോക്യുമെൻ്ററി സിനിമകളുണ്ട് എന്ന് നമ്മൾ സ്വയം വിചിന്തനം ചെയ്യണം. ഒരു ഡോക്യുമെൻ്ററി ഫിലിം മേക്കർ എന്ന രീതിയിൽ എന്നെ എപ്പോഴും എനിക്ക് കൺസേൺ ഉള്ള ഒരു കാര്യമാണ്. അതേസമയം മലയാള സിനിമയെക്കുറിച്ച് നിരന്തരം ആളുകൾ ഫിക്ഷൻ സിനിമയെക്കുറിച്ച് നിരന്തരം ആളുകൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അത്തരമൊരു കൺസേൺ നമ്മൾക്കുണ്ടാവാത്തത് എന്നുള്ളൊരു അന്വേഷണത്തിൽ നിന്നുകൊണ്ടാണ് എൻ്റെ ഡോക്യുമെൻ്ററിയുടെ വർക്കുകളൊക്കെ നടത്തുന്നത്. സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ഡോക്യുമെൻ്ററികളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷത്തെ ഡോക്യുമെൻ്ററികൾ നിങ്ങൾ എടുത്ത് നോക്കിക്കോളുക. എല്ലാ ഫെസ്റ്റിവൽസും, സൺഡാൻസ് ഫെസ്റ്റിവൽസിലായാലും ഓസ്കറിലായാലും അതുപോലെ തന്നെ
ലോകത്തിലെ തെസലോനിക്കി ഫിലിം ഫെസ്റ്റിവൽ ആയാലും ഇഡ്ഫ ആയാലും അതുപോലെ തന്നെ റോട്ടർഡാം ആയാലും ഒക്കെ നമ്മളുടെ ഇന്ത്യൻ ഡോക്യുമെൻ്ററികൾ നിരന്തരം വിന്നിങ് ഫിലിംസ് ആണ്. അവിടെ അനുപമയുടെ നോക്ടേൺ പോലുള്ള സിനിമകൾ കഴിഞ്ഞ വർഷത്തെ സൺഡാൻസിൽ കിട്ടുന്നു. അതുപോലെ തന്നെ നമ്മൾ ഓൾ ദാറ്റ് ബ്രീത്ത്സ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ഓസ്കറിൻ്റെ ലാസ്റ്റ് നോമിനേഷനിലേക്ക് വരുന്നു. അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഒരു ഇന്ത്യൻ ഡോക്യുമെൻ്ററിക്കാണ് നമ്മൾ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നിരവധി എക്സാമ്പിൾസ് ഉണ്ട് നമ്മുടെ മുമ്പിൽ. അങ്ങനെയുള്ളൊരു കോണ്ടെക്സ്റ്റിൽ എന്തുകൊണ്ടാണ് ഇന്നും കേരളത്തിൽ ഡോക്യുമെൻ്ററികൾ ഒരു പ്രത്യേക രീതിയിൽ കാണുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം എന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്, ഡോക്യുമെൻ്ററി നമ്മൾ വളരെ കൺവെൻഷണൽ ആയിട്ടാണ് കാണുന്നത്. ഡോക്യുമെൻ്ററി എന്ന് പറയുന്ന മീഡിയം ഇപ്പോഴും ഡോക്യുമെൻ്റ് ചെയ്യുന്ന എന്തോ ഒരു സംഗതിയാണ് എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ ഭൂരിപക്ഷം ചലച്ചിത്ര വിദ്യാർത്ഥികളും അക്കാഡമീഷ്യൻസും അതുപോലെ തന്നെ സിനിമ പ്രവർത്തകരും. ആ രീതിയിൽ ഫിലിം സൊസൈറ്റി എന്ന് പറഞ്ഞൊരു മൂവ്മെൻറ്റിനോട് എനിക്ക് ശക്തമായ വിമർശനമുണ്ട്. റൈറ്റ്, ഫിലിം സൊസൈറ്റി സ്വാഭാവികമായിട്ടും ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് വേദി തരുന്ന ഒരു സ്പേസാണ്. ആ സ്പേസും കൂടെ ഇല്ലാതാക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ പോലും ഡോക്യുമെൻ്ററിയെക്കുറിച്ചുള്ള നമ്മളുടെ ചില ധാരണകൾ തിരുത്തി എഴുതേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന എത്ര ആളുകൾ നോക്ടേൺസ് എന്ന് പറയുന്നൊരു സിനിമ കണ്ടിട്ടുണ്ട്, ഓൾ ദാറ്റ് ബ്രീത്ത്സ് എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഒരു സാമ്പ്രദായികമായിട്ടുള്ള ഡോക്യുമെൻ്ററിയെ തച്ചുടയ്ക്കുന്ന സിനിമകൾ തന്നെയാണ്. ഒരു ഫിക്ഷൻ സിനിമ കാണുന്ന അതേ എന്താണ് പറയുക, ഈസ്തറ്റിക് സെൻസോട് കൂടി നമുക്ക് ഡോക്യുമെൻ്ററിയെ കാണാനായിട്ട് പറ്റും. കേരളത്തിലെ ഡോക്യുമെൻ്ററിയുടെ ചരിത്രം നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്, ഞാൻ രണ്ട് രീതിയിലാണ് നിങ്ങൾ കേരളത്തിലെ ഡോക്യുമെൻ്ററി പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിച്ചു കഴിയുമ്പോൾ അറിയാം. ഇപ്പം അജിത് സാറ് പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൻ്റെ ഈ പറഞ്ഞ അദ്ദേഹം ഡോക്യുമെൻ്ററി ചെയ്യുന്ന സമയത്ത് കേരളത്തിൻ്റെ ഈ റിസോഴ്സസിനെ കുറിച്ചുള്ള ആബ്സൻസിനെ കുറിച്ചിട്ട്, ഹിസ്റ്ററിയുടെ ഒരു ചരിത്രത്തിൻ്റെ ആബ്സൻസിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഡോക്യുമെൻ്ററികളെക്കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചോളൂ. കൃത്യമായിട്ട് കേരളത്തിലെ ഡോക്യുമെൻ്ററി സിനിമകളെ ഡോക്യുമെൻ്റ് ചെയ്യുന്ന ഒരു ചരിത്ര പുസ്തകം പോലും ഇല്ല. അതേസമയം മലയാളത്തിലെ സോക്കോൾഡ് ഫിക്ഷൻ സിനിമകളുടെ ചരിത്രവും അതിൻ്റെ പാരമ്പര്യവും ഒക്കെ പറയുന്ന നിരവധി പുസ്തകങ്ങളാണ്. മലയാള സിനിമയെക്കുറിച്ച് ഒരു വർഷം ഇറങ്ങുന്ന പുസ്തകങ്ങൾ നിങ്ങളൊന്ന് നോക്കിക്കോളൂ. എത്ര പുസ്തകങ്ങൾ, മിനിമം ഒരു 100 പുസ്തകം മലയാളത്തിലെ കച്ചവട സിനിമകളെക്കുറിച്ചോ അല്ലെങ്കിൽ സോക്കോൾഡ് ഇൻഡി സിനിമകളെക്കുറിച്ചോ ഇറങ്ങുമ്പോൾ ഒരു പുസ്തകം പോലും മലയാളത്തിലെ ഡോക്യുമെൻ്ററിയെക്കുറിച്ച് ഇറങ്ങുന്നില്ല. ചലച്ചിത്ര അക്കാദമി ഈ വിഷയത്തെക്കുറിച്ച് തീർച്ചയായിട്ടും അന്വേഷിക്കണം. ഇവിടുത്തെ എല്ലാ ഫിലിം സ്കൂളുകളും ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. ഞങ്ങൾ പഠിപ്പിക്കുന്ന റിസർച്ച് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളും ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് എന്നെ അലട്ടുന്ന ഒരു വലിയ വിഷയമാണ്. കേരളത്തിലെ ഡോക്യുമെൻ്ററി ചരിത്രത്തെക്കുറിച്ച് നിങ്ങൾ അന്വേഷിച്ച് നോക്കിക്കോളൂ. ഇല്ല, നമ്മൾക്കില്ല. ഇപ്പോഴും കേരളത്തിലെ ഡോക്യുമെൻ്ററി സിനിമകൾക്ക്, എനിക്കൊന്ന് രാംദാസൊക്കെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ ഇന്നും നമ്മൾ ചെയ്യുന്ന സിനിമകൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ടെലിവിഷൻ അവാർഡിലേക്കാണ്. കേരളത്തിലെ ഫിലിം അവാർഡ്സിൽ ഡോക്യുമെൻ്ററിയെ ഉൾപ്പെടുത്തിയിട്ടേയില്ല. നമ്മൾ സിനിമ സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് ടെലിവിഷൻ അവാർഡ് നൈറ്റ്സിലേക്ക് വേണം സബ്മിറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ അവാർഡ് ക്വാളിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ടെലിവിഷൻ ചാനലിൽ അത് കാണിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ സെൻസർ ചെയ്യാൻ പോകണം. നിങ്ങൾ 1 മണിക്കൂറുള്ള 1.5 മണിക്കൂറുള്ള സിനിമ സെൻസർ ചെയ്യണമെങ്കിൽ ഒരു കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ ഇത് ഒരു ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കർ സിനിമ ചെയ്യുന്ന ആ സിനിമയുടെ അത്രയും പൈസ വേണം. അത് സെൻസറിങ് ഫീ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് അയാൾക്ക് നമ്മുടെ ഒരു റെക്കഗ്നിഷൻ ആണല്ലോ കേരളത്തിലെ സ്റ്റേറ്റ് അവാർഡ്. ആ സ്റ്റേറ്റ് അവാർഡ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ചാനലിൽ പോയി സിനിമ കാണിക്കണം. അപ്പോൾ ഇത് ഒക്കെ കാണിക്കുന്നത് ഇവിടുത്തെ ഒരു സോഷ്യൽ സിറ്റുവേഷൻ, ഒരു കണ്ടീഷനിങ് ആണ്. ഈ കണ്ടീഷനിങ്ങിനെ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ആനന്ദ് പട്വർദ്ധൻ മലയാള സിനിമയ്ക്ക്, പ്രത്യേകിച്ച് കേരളത്തിലെ ഡോക്യുമെൻ്ററികൾക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം തോന്നിയ ഒരു കാര്യം, അദ്ദേഹം ചെയ്ത് വലിയ വലിയ കാര്യമാണ്. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ വലിയ വിപ്ലവം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഡോക്യുമെൻ്ററി പ്രസ്ഥാനങ്ങൾക്കോ അല്ലെങ്കിൽ ഫിലിം മേക്കേഴ്സിനോ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയും അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മളൊരു പ്രത്യേക രീതിയിൽ മാത്രമാണ് ഡോക്യുമെൻ്ററിയെ ഡിഫൈൻ ചെയ്യുന്നത്. കാരണം കേരളത്തിലെ ഫിലിം സ്കോളേഴ്സിനോ ഫിലിം സോക്കോൾ നിരൂപകരോ എല്ലാം ആനന്ദ് പട്വർദ്ധൻ്റെ ഡോക്യുമെൻ്ററികൾ മാത്രമാണ്. പ്രസിദ്ധ ഡോക്യുമെൻ്ററി ചരിത്രകാരനായിട്ടുള്ള ബിൽ നിക്കോൾസ് ഡോക്യുമെൻ്ററി സിനിമകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൊക്കെ പലതരം ഡോക്യുമെൻ്ററികളെക്കുറിച്ച് പറയുന്നുണ്ട്. 5, 6, 7 തരം ഡോക്യുമെൻ്ററികളെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ ഡോക്യുമെൻ്ററികളെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്കറിയാം
പ്രധാനമായി 2 രീതിയിലുള്ള ഡോക്യുമെൻ്ററികളാണ് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ആളുകളുടെ ശ്രദ്ധയെ ആകർഷിച്ചിട്ടുള്ളത്, പ്രത്യേകിച്ച് കേരളത്തിലെ ആളുകൾ. ഒന്ന്, ശരത്ചന്ദ്രനും അതുപോലെ തന്നെ ബാബുരാജ് സാറൊക്കെ ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിസ്റ്റ് ഡോക്യുമെൻ്ററിയുടെ ഒരു ലൈനുണ്ട്. ആക്ടിവിസ്റ്റ് ഡോക്യുമെൻ്ററി എന്ന് തന്നെയാണ് പറയാം. സ്ലോഗനിയറിങ് ഡോക്യുമെൻ്ററി എന്ന് വേണേൽ മറ്റൊരു തരത്തിൽ പറയാം. അത് തീർച്ചയായിട്ടും ആനന്ദ് പട്വർദ്ധൻ്റെയൊക്കെ ഒരു ഇൻഫ്ലുവൻസിൽ നിന്നുള്ള ഒരു തരം ശാഖയാണ്. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ മറ്റൊരു ശാഖ ഞാൻ അടയാളപ്പെടുത്തുന്ന എം എ റഹ്മാനൊക്കെ പോലുള്ള ആളുകളുടെ ബയോഗ്രഫിക്കൽ ഡോക്യുമെൻ്ററി, ഇപ്പം ബഷീർ ദ മാൻ ഒക്കെ പറയുന്നത്, അത് കൃത്യമായിട്ട് അത് അവരുടെ ഒരു ആംഗിൾ ചിന്തിക്കുമ്പോൾ ഒരു ക്ലാസ് ഡോക്യുമെൻ്ററി തന്നെയാണ്. പക്ഷേ ഈ 2 തരം ഡോക്യുമെൻ്ററികൾക്ക് അപ്പുറമായി, ഫോമിന് അപ്പുറമായിട്ട് ഈ മീഡിയം എത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. മണി കൗളിനെ പോലൊരു ഡോക്യുമെൻ്ററി ഫിൽം മേക്കർ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. പോട്ടറി മേക്കിങ്ങിനെ കുറിച്ച് അദ്ദേഹം ചെയ്തിട്ടുള്ള ഡോക്യുമെൻ്ററി പ്രസിദ്ധമായിട്ടുള്ള ഡോക്യുമെൻ്ററിയാണ്. അത് അസാധ്യമായിട്ടുള്ളൊരു ആർട്ട് വർക്കാണ്. ഡോക്യുമെൻ്ററി എന്നാണ് നമ്മളൊരു കലയായിട്ട് കാണുന്നത്. ഈസ്തറ്റിക്സ് ആയിട്ട് ഡോക്യുമെൻ്ററി നമ്മൾക്ക് കാണാനായിട്ട് കഴിയുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളുടെ ചിത്രസൂത്രമൊക്കെ ചെയ്തുള്ള വിപിൻ വിജയ് ആണ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ അത്തരത്തിൽ ഒരു വിപ്ലവം, ഡോക്യുമെൻ്ററി എന്നുള്ള ഒരു മീഡിയത്തെ വിപ്ലവം കൊണ്ടുവന്ന ആളും അദ്ദേഹമായിരിക്കാം ഡോക്യുമെൻ്ററി സിനിമയെന്നോ ഫിക്ഷൻ സിനിമയെന്നോ ഒരുപക്ഷെ ഈ മീഡിയത്തെ ഡിവൈഡ് ചെയ്യാതെ അപ്രോച്ച് ചെയ്ത ഒരു ഫിൽം മേക്കർ. അപ്പോൾ ആ രീതിയിൽ പിന്നെ വിപിൻ്റെ സിനിമകൾ കാര്യമായിട്ട് പഠനത്തിന് വിധേയമായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇത്തരത്തിലുള്ള ചരിത്രമൊക്കെ പറയാനുള്ളൊരു കാരണം, ഞാൻ ഇന്ത്യ റീടോൾഡ് എന്ന് പറയുന്ന ഒരു പുസ്തകം ബ്ലൂംസ്ബറിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ ഡോക്യുമെൻ്ററി സിനിമകളുടെ ചരിത്രം അന്വേഷിക്കുന്ന ഒരു പുസ്തകമായിട്ടാണ്, പ്ലസ് അവരുടെ ഒരു ഇൻ്റർവ്യൂ കളക്ഷനായിട്ടാണ് അത് കൺസീവ് ചെയ്തത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് കേരളത്തിലെ ഡോക്യുമെൻ്ററിയെക്കുറിച്ച് പഠിക്കാനായിട്ടും കേരളത്തിലെ ഡോക്യുമെൻ്ററികളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ആദ്യമായിട്ട് അല്ലെങ്കിൽ ആകെ നമ്മളോട് സംസാരിക്കുന്നത് വിപിൻ വിജയുടെ സിനിമകളെക്കുറിച്ച് മാത്രമാണ്. കേരളത്തിലെ ഡോക്യുമെൻ്ററി എന്തുകൊണ്ടാണ് കേരളത്തിൽ ഈ ഡോക്യുമെൻ്ററി എന്ന് പറഞ്ഞൊരു മീഡിയം പൂർണ്ണമായി വളർച്ചയെത്താതെ മരിച്ചുപോയത് എന്നുള്ളതാണ്. അപ്പോൾ അതിനെ പുനരുജ്ജീവിപ്പിക്കാനാണ് രാമദാസിനെ പോലുള്ള ആളുകളൊക്കെ ഇന്ന് ശ്രമിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നതായി. അപ്പം രാംദാസിനെ പോലൊരാൾ ഇന്ന് നമ്മളുടെ ഒരു സോ കോൾഡ് ഫിലിം സ്കേപ്പിൽ ഇല്ല എങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഈ മീഡിയത്തെക്കുറിച്ച് ആളുകൾ ചർച്ച ചെയ്യുമായിരുന്നു എന്ന്. കാരണം രാംദാസ് കൃത്യമായിട്ട് ഡോക്യുമെൻ്ററി സിനിമയുമായിട്ട് പഴയ ആനന്ദ് പട്വർദ്ധൻ്റെ സ്റ്റൈലിൽ ഫിലിം സൊസൈറ്റികൾ വഴി സഞ്ചരിച്ച് തിയേറ്ററുകൾ സംഘടിപ്പിച്ച് ആളുകളെ വിളിച്ചുകൂട്ടി ആളുകളെ സിനിമ കാണിപ്പിച്ച് ഒരു സ്പേസ് ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഡോക്യുമെൻ്ററി സിനിമ എന്ന് പറയുമ്പോൾ ആളുകൾ രാംദാസിൻ്റെ പേരെങ്കിലും പറയും എന്നുള്ളത് കാര്യം. അപ്പം അത് എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ഡോക്യുമെൻ്ററി ചരിത്രം ഒരു പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളെന്ന രീതിയിൽ, ഡോക്യുമെൻ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന രീതിയിലാണ് ഞാൻ ഇതിനെയൊക്കെ വിലയിരുത്തിയത്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ചർച്ച മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ കൂടുതൽ വിഷയങ്ങൾ അവതരിപ്പിക്കാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ ചെയ്ത ഈ സിനിമ സ്ലേവ്സ് ഓഫ് ദ എംപയർ എന്ന് പറഞ്ഞൊരു സിനിമ യഥാർത്ഥത്തിൽ ഡോക്യുമെൻ്ററി സിനിമയുടെ അല്ലെങ്കിൽ ഒരു കൺവെൻഷണൽ കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ നടക്കുന്ന ഡോക്യുമെൻ്ററി എന്താണ് എന്നുള്ള ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു ഡെഫിനിഷനെ ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. നിങ്ങളൊരു ഡോക്യുമെൻ്ററി കാണാൻ വന്നിരിക്കുന്ന സമയത്ത് ഇതിലെവിടെ ഡോക്യുമെൻറ്റ്സ് എന്നുള്ളതാണ് റൈറ്റ്. ഒരു പക്ഷേ അജിത് കുമാറിൻ്റെ ഒക്കെ ഡോക്യുമെൻ്ററി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ അദ്ദേഹം വളരെ ഹിസ്റ്റോറിസൈസ് ചെയ്തിട്ടാണ് അദ്ദേഹം ഡോക്യുമെൻ്ററി ചെയ്യുന്നത്. അതിൻ്റെ ഡോക്യുമെൻറ്റിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഞാൻ ചെയ്തത് അത്തരത്തിൽ ഒരു കമ്മ്യൂണിറ്റിയെ ഫിലിം ചെയ്യുന്ന സമയത്ത് എന്നോട് ആദ്യമേ ആളുകൾ ചോദിച്ചാണ് ഇതിൻ്റെ ചരിത്രം എവിടെ എന്നാണ് എന്നോട് ചോദിച്ചത്. ഇതിങ്ങനെയാണോ ഒരു ചരിത്ര ഡോക്യുമെൻ്ററി ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതൊരു ചരിത്ര ഡോക്യുമെൻ്ററി അല്ല, ഇത് എൻ്റെ കേവലം ഒരു വ്യാഖ്യാനം മാത്രമാണ് റൈറ്റ്. ഞാൻ ഈ ഒരു സമൂഹത്തെ ഡോക്യുമെൻ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരെക്കുറിച്ച് ഫോർട്ട് കൊച്ചിയിലെ ഒരു അലക്ക് തൊഴിലാളികളെക്കുറിച്ച് സിനിമ ചെയ്യുന്ന സമയത്ത് എൻ്റെ മുമ്പിലുള്ള ആദ്യത്തെ അന്വേഷണം ഇതായിരുന്നു, എന്താണ് അവരുടെ ചരിത്രം എന്നുള്ള. ആ ചരിത്രം അന്വേഷിച്ച് പോയപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ചരിത്രം നമുക്ക് സാധാരണ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഒരു പാരമ്പര്യമില്ല. അല്ലെങ്കിൽ ചരിത്രത്തെ റെക്കോർഡ് ചെയ്യുമെങ്കിലും അതൊരു പ്രത്യേക രീതിയിൽ റെക്കോർഡ് ചെയ്യുന്ന ചരിത്രമാണ്. ഉദാഹരണത്തിന് ഞാൻ ഈ അടുത്താണ് ഒരു ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പ്രോഗ്രാം പോയി. അതിൽ ഈ റോബിൻ ജെഫ്രിയുടെ നായർ സമൂഹത്തിൻ്റെ പതനം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുസ്തകമുണ്ട്. അതിൻ്റെ ദ ഫോൾ ഓഫ് ദ നായർ ആർക്കി ഇൻ കേരള, അതിൻ്റെ ഒരു മലയാളം ട്രാൻസ്ലേഷനെ കുറിച്ച് വി ഹാഡ് എ ഡിസ്കഷൻ. അപ്പോൾ അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതിനെക്കുറിച്ച് ഒരു ഹിസ്റ്റോറിയൻ വളരെ രസകരമായിട്ട് പറഞ്ഞു. എന്താണോ യഥാർത്ഥത്തിൽ റോബിൻ ജെഫ്രി ഉദ്ദേശിച്ചത് അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ട്രാൻസ്ലേഷനാണ്
ഈ മലയാളം ട്രാൻസ്ലേഷൻ വന്നപ്പോൾ അതായത് ഈ ഫോൾ ഓഫ് ദ ഹൈറാർക്കി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ റോബിൻ ജെഫ്രി എന്താണോ ഉദ്ദേശിച്ചത് അതിന് ഘടകവിരുദ്ധമായിട്ടാണ് വന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ സിനിമ ഞാൻ തുടങ്ങുന്നത് ഈ സ്ലേവ്സ് ഓഫ് ദി എംപയർ, ഈ സ്ലേവറി എന്നുള്ളൊരു ചരിത്രം ഈ വിനിലിൻ്റെയൊക്കെ നിങ്ങൾ വായിക്കുന്ന ആളുകളാണെന്ന് എനിക്കറിയാം. വിനിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്, കേരളത്തിൽ അടിമത്തം ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു അസംഷനിലാണ് ഇവിടുത്തെ ചരിത്രകാരന്മാർ മുഴുവൻ കേരള ചരിത്രത്തെ എഴുതിയിട്ടുള്ളത്. ഈ ഒരു മിത്തിനെ ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അടിമ കേരളത്തിൻ്റെ അദൃശ്യ ചരിത്രം എന്ന് പറഞ്ഞൊരു പുസ്തകം, ഈ പുസ്തകമാണ് യഥാർത്ഥത്തിൽ ഈ സിനിമയുടെ തുടക്കമായിട്ട് വരുന്നത്. അപ്പോൾ രാമദാസൊക്കെ ചോദിച്ചു എന്താണ് ഈ സിനിമയ്ക്ക് സ്ലേവ്സ് ഓഫ് ദ എംപയർ, ഒരു സമൂഹത്തെ മുഴുവൻ നമ്മൾ അങ്ങനെ ഒരു സ്ലേവറിയുടെ ആംഗിളിൽ കാണുകയല്ലേ. യഥാർത്ഥത്തിൽ ഞാൻ ഈ കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ ഈ ചരിത്രം എഴുതുന്ന ആളുകളുടെ ഈ മറവിയെ ഓർമ്മപ്പെടുത്താൻ തന്നെയാണ് ഈ സ്ലേവറിയെ മുന്നോട്ട് വെക്കുന്നത്. അത് വിനിലിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് യഥാർത്ഥത്തിൽ എന്നെ ഇൻസ്പയർ ചെയ്യുന്നത്. അപ്പം ഈ ധോബി കമ്മ്യൂണിറ്റിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഒരു ചരിത്രം അവരെക്കുറിച്ചൊന്നും ഇല്ല, കേവലം കൊച്ചിക്കാർ എന്ന് പറയുന്ന ബോണി തോമസിൻ്റെ പുസ്തകത്തിലെ ചെറിയൊരു കുറിപ്പുള്ളൂ. ആ കുറിപ്പിൽ പോലും ഡച്ചുകാർ കൊണ്ടുവന്നു എന്നുള്ള ഒരു ചെറിയ റിമാർക്കിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. പക്ഷേ ആ കാലഘട്ടത്തിൽ ഇവിടെ അടിമത്തമുണ്ട്. ഒരു അടിമത്തത്തിൻ്റെ ഒരു ചരിത്രമുള്ള ഒരു സമൂഹത്തെ എന്തിനാണ് അത് പറയാതെ നിങ്ങൾ മുന്നോട്ട് പോകുന്നത്? അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ആ അടിമത്തത്തിൻ്റെ ചരിത്രം വളരെ പ്രധാനപ്പെട്ടതാണ് ആ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ. ആൻഡ് ഐ ലുക്ക് അറ്റ് സ്ലേവറി ആസ് എ പോയിന്റ് ഓഫ് ഡിപ്പാർച്ചർ. അവിടെ നിന്നാണ് ആ സമൂഹം മുന്നോട്ട്, അത് ആ അടിമത്തത്തെ എങ്ങനെയാണ് അവർ മറികടക്കുന്നത് എന്നുള്ളതാണ് സിനിമയുടെ മുഖ്യമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ തന്നെ സ്ലേവ്സ് ഓഫ് ദ എംപയർ. എന്നോട് പല ആളുകളും ചോദിച്ചു എന്തിനാണ് എക്കൂസ് ഓഫ് ദ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടാമായിരുന്നല്ലോ, ഏതെങ്കിലും വളരെ പോയിറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ആലങ്കാരികമായിട്ടുള്ള ഏതെങ്കിലും ടൈറ്റിൽസൊക്കെ നമുക്ക് കൊടുക്കാമായിരുന്നു എൻ്റെ ഡോക്യുമെൻ്ററിക്ക്. പക്ഷെ ഞാൻ വിചാരിച്ചത് തന്നെയാണ് ഈ സ്ലേവറിയുടെ ചരിത്രം വളരെ നിർണായകമാണ് ഫോർട്ട് കൊച്ചിയുടെ ഒരു കോണ്ടെക്സ്റ്റ്. അതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് അത്തരമൊരു ടൈറ്റിലേക്ക് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സിനിമ ചെയ്യുന്ന സമയത്ത് ചരിത്രമില്ല, ആ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല, ഇത് വലിയൊരു ക്രൈസിസിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചു, നീ എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്, ചരിത്രം എന്തിനാണ് നീ അന്വേഷിച്ച് പോകുന്നത്, എന്തിനാണ് നിനക്ക് ഇത്ര നിർബന്ധം ചരിത്രം പറയണമെന്ന്, വൈ കാണ്ട് യു ഫോക്കസ് ഓൺ ദെയർ കോൺടെമ്പററി ലൈഫ്, ചരിത്രമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് അവർക്ക് അവരുടെ ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിച്ചുകൂടാ എന്ന് ആ ഒരു ചോദ്യം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ റെലവൻ്റ് ആയിട്ട് പേഴ്സണലി തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ ഡോക്യുമെൻ്ററിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ പല ആളുകളും എന്നോട് ചോദിച്ചു ഇതിലൊരു ചരിത്രത്തിൻ്റെ അംശമില്ല, ഇതിലൊരു ഡോക്യുമെൻ്ററിയുടെ അംശമില്ല, ഇത് ചില കേവലം വളരെ ക്വിക്കായിട്ടുള്ള ചില ടേക്കല്ലേ എന്ന് എന്നോട് പല ആളുകളും ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു ഇതൊരു ചരിത്ര ഡോക്യുമെൻ്ററി അല്ല, നിങ്ങളൊരു ചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിയൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ നിങ്ങൾ ഈ ഡോക്യുമെൻ്ററിയെ കണ്ടാൽ നിങ്ങൾ നിരാശരാകാനുള്ള സർവ്വസാധ്യതയുമുണ്ട്. മറിച്ച് ഒരു ഫിലിം വിദ്യാർത്ഥി എന്ന രീതിയിൽ ഞാൻ എങ്ങനെയാണ് ഒരു സമൂഹത്തെ കാണുന്നതെന്നും വ്യാഖ്യാനിക്കുന്നതെന്നും എൻ്റെ ഇംപ്രഷൻസ് എങ്ങനെയാണ് ഉണ്ടായതെന്നും അതിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷൻസ് എന്ന രീതിയിലാണ് ആ സിനിമയെ കൺസീവ് ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ ജലമുദ്ര എന്ന് പറയുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററിയുടെ ഒരു മറുവശമാണ് ഇൻ ടേംസ് ഓഫ് ദ ഫോം നിങ്ങൾക്ക് ഈ എൻ്റെ ഡോക്യുമെൻ്ററിയിൽ കാണാനാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ രാംദാസിൻ്റെ 21 ആ പുതിയ ഞാൻ കണ്ടിട്ടില്ല ആ വർക്ക്. അപ്പോൾ അതും നമ്മളുടെ രാംദാസിൻ്റെ കൺവെൻഷണൽ അല്ലെങ്കിൽ രാംദാസിൻ്റെ എന്താണ് പറയുക രാംദാസ് സാധാരണ ചെയ്യുന്ന മറ്റു 2 സിനിമകളെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി എക്സ്പെരിമെൻ്റൽ സിനിമ ആണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഞാൻ ഒരു സിനിമയെ കാണുന്നത് അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി എന്നപ്പോൾ അത് പല ആളുകളും അതിനെക്കുറിച്ച് ഗൗതം ഘോഷൊക്കെ നിങ്ങൾ ഗൗതം ഘോഷിനെ അറിയാവുന്ന ആളുകളാണ് എനിക്കറിയാം. അപ്പം അദ്ദേഹം ഒരിക്കലും ഡോക്യുമെൻ്ററീനെ അല്ലെങ്കിൽ സിനിമ എന്ന മാധ്യമത്തെ ഡോക്യുമെൻ്ററി എന്നോ ഫിക്ഷൻ സിനിമയെന്നോ വേർതിരിച്ച് കാണാനായിട്ട് ആഗ്രഹിക്കാത്ത ഒരാളാണെന്ന് ഗൗതം ഘോഷ് പല ഇൻ്റർവ്യൂസിൽ അദ്ദേഹം പറയാറുണ്ട്. കാരണം ഇന്ത്യയിലെ ഇൻഡിപെൻഡൻറ്റ് ഡോക്യുമെൻ്ററി സിനിമയിലെ ആദ്യത്തെ ഡോക്യുമെൻ്ററി ചെയ്ത ഒരാളാണ് ഈ ഗൗതം ഘോഷ് എന്ന് പറഞ്ഞാൽ. അദ്ദേഹം ഒരു ഡോക്യുമെൻ്ററി ഫിലിം മേക്കറായിട്ടാണ് അദ്ദേഹത്തിൻ്റെ തുടക്കം. വളരെ വ്യത്യസ്തമായിട്ടുള്ള ബംഗാൾ ഫാമിനെ കുറിച്ചുള്ള അന്തർദേശീയമായിട്ടുള്ള ശ്രദ്ധ ഉണ്ടായിട്ടുള്ള ഒരു വർക്ക് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് സിനിമ എന്തുമായിക്കൊള്ളട്ടെ, സിനിമയ്ക്ക് പല ഫോംസാണ്, അപ്പോൾ അതിനെ ഡോക്യുമെൻ്ററി എന്നോ അല്ലെങ്കിൽ ഫിക്ഷൻ സിനിമയെന്നോ വിളിച്ച് നിങ്ങൾ
അതിനെ ഒരു പ്രത്യേക കളത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരേണ്ട കാര്യമില്ല എന്നാണ് ഗൗതം ഘോഷ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ മാധ്യമത്തെ നാളെ എന്നോട് പല ഫെസ്റ്റിവൽസിലും കുട്ടികളൊക്കെ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ആളുകൾ ഇനി എന്നാണ് ഒരു സിനിമ ചെയ്യാമെന്ന്. എനിക്കൊന്നൊരു രാംദാസിനും അത് ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഇനി എന്നാണ് ശരിക്കും ഒരു സിനിമ ചെയ്യാനായിട്ട് പോകുന്നത്? ഇത് സാർ ഡോക്യുമെൻ്ററിയാണ് ചെയ്തത്, ഇനി എന്നാണ് ഒരു ശരിക്കും സിനിമ ഇനി എന്നാണ് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നിയൊരു കാര്യം, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മാധ്യമം വലിയ രീതിയിൽ എൻ്റെ ക്രിയേറ്റിവിറ്റിയെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പം ഗെട്രൂഡ് സ്റ്റെയിനൊക്കെ പറയാറുള്ള ഒരു പ്രസിദ്ധമായിട്ടുള്ളൊരു ഡയലോഗുണ്ട്. അതായത് ക്രിയേറ്റിവിറ്റി ഹാപ്പൻസ് ബിറ്റ്വീൻ പെൻ ആൻഡ് പേപ്പർ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആർഗ്യുമെൻറ്റ്. അതായത് നിങ്ങളുടെ ക്രിയേഷൻ നടക്കുന്നത് പേനയിലോ അല്ലെങ്കിൽ പേപ്പറിലോ അല്ല, അതിന് മധ്യത്തിലാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ മീഡിയം നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഈ ഒരു മീഡിയത്തിന് ഈ വളരെ റീസെൻ്റായിട്ട് വിം വെൻഡേഴ്സ് തിരുവനന്തപുരത്ത് വന്ന സമയത്ത് ഐ വാസ് ലിസണിങ് ടു ഹിസ് കോൺവെർസേഷൻ. വളരെ റിവീലിംഗ് ആയിട്ടുള്ള വലിയ കാര്യങ്ങളും അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, നമ്മളീ കാണുന്ന സോക്കോൾഡ് കച്ചവട സിനിമ അല്ലെങ്കിൽ നമ്മളിന്ന് കാണുന്ന മാർക്കറ്റിൽ കാണുന്ന സിനിമ, അദ്ദേഹം ഈ AI ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചലഞ്ചാണ് അദ്ദേഹം നടത്തിയത്. ആളുകൾ ചോദിച്ചു, AI വരുന്ന കാലഘട്ടങ്ങളിൽ ഇനി സിനിമയ്ക്ക് സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു വന്ന ഒരു കാര്യം, സിനിമയുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് കച്ചവട സിനിമയുടെ കാര്യത്തിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ഫോർമുല സിനിമയുടെ കാര്യത്തിലാണ്. ഓൾറെഡി അവർ ഫോളോ ചെയ്യുന്ന ഒരു അൽഗോരിതമാണ്. അതായത് ഒരു നമ്മളുടെ മാർക്കറ്റിൽ കാണുന്ന ഒരു കച്ചവട സിനിമയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു ഫോർമാറ്റ്, ഒരു ഫോർമുലയുണ്ട്. സ്റ്റീരിയോട്ടിപ്പിക്കലായിട്ടുള്ള സിനിമയുണ്ട്. അതിനൊരു ബിഗിനിങ് ഉണ്ടാവാം, മിഡിൽ ഉണ്ടാവാം, ഒരു എൻഡ് ഉണ്ടാവാം, ഒരു നായകൻ ഉണ്ടാവാം, ഒരു നായിക ഉണ്ടാവാം. അതിനൊരു ഫോർമാറ്റ് ഉണ്ട് എന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു ക്രിയേറ്റീവ് ഫിലിം മേക്കർ ആണെങ്കിൽ, നിങ്ങളൊരു എക്സ്പെരിമെൻ്റൽ ഫിലിം മേക്കർ ആണെങ്കിൽ, ഒരിക്കലും നിങ്ങൾക്ക് ഈ AI എന്താണ് പറയുക, അതിൻ്റെ ഒരു ത്രെട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം യു വർക്ക് ബിയോണ്ട് അൽഗോരിതംസ് എന്നുള്ളതാണ്. അപ്പം നമ്മുടെ മോഡറേറ്റർ എനിക്കൊരു സൂചന നൽകി. കാരണം ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞാൽ ഞാനിങ്ങനെ ദീർഘമായി പറഞ്ഞു പോവും എന്നുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ഡിസ്കഷൻസ് കൺക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഡോക്യുമെൻ്ററി മീഡിയത്തിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അവസാനിപ്പിക്കാം. ഒരിക്കലും ഡോക്യുമെൻ്ററി സിനിമ ഒരു സ്ക്രിപ്റ്റ് ഫോർമാറ്റിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതിനൊരു കാരണം ഹിച്ച്കോക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഡോക്യുമെൻ്ററി സിനിമയിലുള്ള വ്യത്യാസം ഇതാണ്. ഫിക്ഷൻ സിനിമയിൽ ഡയറക്ടറാണ് ഗോഡെങ്കിൽ ഡോക്യുമെൻ്ററി സിനിമയിൽ ഗോഡാണ് ക്രിയേറ്റർ. ഡയറക്ടറാണ് ക്രിയേറ്റർ എങ്കിൽ ഡോക്യുമെൻ്ററി സിനിമയിൽ ഗോഡാണ് ക്രിയേറ്റർ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സത്യമാണ്. നമ്മൾക്കറിയില്ല നമ്മൾ ക്യാമറയുമായിട്ട് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് എന്താണ് നിങ്ങളുടെ സിനിമയിൽ കിട്ടുന്നത് എന്നുള്ളത്. അത് ഒരു അവസാനം സിനിമയായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത്. അത് വളരെ റിവാർഡിങ് ആണ്. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആണ്. ആ പ്രോസസ്സിൻ്റെ അത്രയും മനോഹരമായിട്ട് ലോകത്തിലൊന്നും തന്നെ ഇല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. റൈറ്റ്, നമ്മൾ ഈ ജോലിക്കിടയ്ക്ക്, നമ്മുടെ കൺവെൻഷനലായിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ ഇടയ്ക്ക്, ജോലിയുടെ ഇടയ്ക്ക് എന്തുകൊണ്ടാണ് പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ റൈറ്റ്, ഈ ഡോക്യുമെൻ്ററി സിനിമകൾ ചെയ്യാനായിട്ട് നടക്കാനായിട്ട്. പക്ഷെ നമുക്ക് ആ ഡോക്യുമെൻ്ററി സിനിമകൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ പ്രോസസ്സിൽ കിട്ടുന്ന ഒരു എൻജോയ്മെൻറ്റ് ഒരു പക്ഷേ പ്രോഡക്റ്റിൽ കിട്ടാറില്ല. പക്ഷേ ആ സിനിമ ചെയ്യുന്ന സമയത്ത് അതിൽ കിട്ടുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില ഈസ്തെറ്റിക് ആയിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള ചില എപ്പിഫാനിക് മൊമെൻറ്റ്സ് ഉണ്ട്. അതാണ് തീർച്ചയായിട്ടും ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സന്തോഷവും. എനിക്ക് തോന്നുന്നു സാമ്പ്രദായികമായിട്ടോ കൺവെൻഷനലായിട്ടോ ഇക്കണോമിക്കലായിട്ടോ ഒരു ലാഭവും ഇല്ല. ഇപ്പം രാംദാസൊക്കെ സിനിമയ്ക്ക് വേണ്ടി ജോലി രാജിവെച്ച ആളാണ്. അപ്പം എന്താണ് ഇതിൻ്റെ റിവാർഡ് എന്നുള്ളത് എനിക്ക് ഈ പ്രോസസ്സ് ആവാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഡോക്യുമെൻ്ററി സിനിമ എന്ന് പറയുന്നത് അതിൻ്റെ പ്രോസസ്സാണ്. അത് എൻജോയ് ചെയ്യുന്നു. ഒരു പക്ഷേ നമ്മുടെ ഡിസ്കഷൻ മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ വിഷയം അഡ്രസ്സ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു രാജേഷ്. രാജേഷ്, ഒരു ചിത്രം തന്നെ, അതായത് ഡോക്യുമെൻ്ററിയുടെ ഒരു അവസ്ഥാ ചിത്രം നമ്മൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് കഴിഞ്ഞു. അതിലെ ചില പ്രതിസന്ധികൾ, അതിലെ ചില വേറിടലുകൾ, പുതിയ വഴികൾ, അതിനുള്ള മുന്നോട്ട് പോക്ക് എല്ലാം തന്നെ പേഴ്സണിഫൈ ചെയ്ത് അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞു. അടുത്തതായിട്ട് സംസാരിക്കാനായിട്ട് ശ്രീ രാമദാസ് കടന്നൂരിനെ ക്ഷണിക്കുന്നു. ഇപ്പോൾ 6:10 ഒരു 6:30 20 മിനിറ്റ് അല്ലേ സംസാരിക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. സിനിമകൾ സംസാരിക്കാനുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും കൂടുതൽ പരിചയക്കാരുണ്ട്. രാജേഷിന് പ്രത്യേകം നന്ദി. സംസാരത്തിനിടയ്ക്ക് ചില കോൺട്രിബ്യൂഷൻസിൻ്റെ ഭാഗമായിട്ട് പരാമർശിച്ചതിൽ, അങ്ങനെ എവിടെയെങ്കിലും പരാമർശിക്കപ്പെടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടോ ഒന്നും ചെയ്ത് തുടങ്ങിയതേ അല്ല. എനിക്ക് തോന്നുന്നത് അജിത്തേട്ടൻ
വിജ്ഞാനം അന്വേഷിച്ചു പോകുന്ന ഒരു വർക്കാണ് ജലമുദ്ര. അജിത്തേട്ടൻ വിജ്ഞാനം അന്വേഷിക്കുമ്പോൾ രാജേഷ് ചരിത്രം അന്വേഷിക്കുമ്പോൾ എൻ്റെ സിനിമ വർത്തമാനമാണ് അന്വേഷിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇതാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ ഈ മാറി നിൽക്കുന്ന ഒന്നല്ല. ഫിക്ഷൻ, നോൺ ഫിക്ഷൻ എന്നുള്ള ലെയറുകൾക്കകത്തല്ല ഒരു സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം വർക്ക് ചെയ്യുന്നത്. ബിയോണ്ട് കണ്ട ഇവിടെ മെട്രോ ഫിലിം സൊസൈറ്റി എന്നെ പ്രദർശിപ്പിച്ചതുകൊണ്ട് കണ്ട ആളുകൾ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ആ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ, ബിയോണ്ടിനെ പറ്റിയിട്ടുള്ള ചില അഭിമുഖങ്ങളിലൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ഈ സിനിമയുടെ സബ്ജക്റ്റ് കിട്ടിയിട്ടാണോ നിങ്ങൾക്ക് ഫോം ഉണ്ട്? എന്നെ സംബന്ധിച്ചിടത്തോളം ഫോമാണ് ആദ്യം. സിനിമയുടെ ഫോം എന്നാണ് പിന്നീടാണ് സബ്ജക്റ്റ് ഉണ്ടാകുന്നത്. സബ്ജക്റ്റ് എന്ന് പറയാൻ പോലും പറ്റില്ല. അതുപോലും അല്ല, നമ്മുടെ ശ്രദ്ധമായിട്ടുള്ള ചില കാഴ്ചകൾ ചേർത്ത് വെക്കാനുള്ള ശ്രമമാണ്. അതിനകത്ത് രാഷ്ട്രീയമുണ്ട്, വ്യക്തിപരമായിട്ടുള്ള നിരീക്ഷണങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന ഒന്നാണ് സിനിമയായിട്ട് രൂപപ്പെടുന്നത്. അത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റിയാണ്. നമ്മുടെ കയ്യിലൊരു ക്യാമറയും നമ്മുടെ കയ്യിൽ ഒരു അത് വർക്ക് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയറും ഉണ്ടാകുമ്പോൾ അത്തരം സിനിമകളുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായൊരു സിനിമയാണ് 21 Days എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കാണിക്കാൻ പോകുന്ന സിനിമ. 21 Days മുഴുവൻ മൊബൈലിൽ എടുത്ത സിനിമയാണ്. എന്ന് വെച്ചാൽ മൊബൈലിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളായി എടുത്ത സിനിമ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അങ്ങനത്തെ ഒരു സിനിമയല്ല അത്. 9 മിനിറ്റിൽ നമ്മളൊരു അന്നത്തെ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി പറയാൻ ശ്രമിച്ച ഒരു സിനിമ മാത്രമാണത്. അത് ഒരു എക്സ്പെരിമെൻ്റൽ എന്ന് പോലും ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലും അല്ല. അതൊരു കാഴ്ചയിൽ നിന്നുണ്ടായ ഒരു സംഗതിയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന അന്ന് അവൈലബിൾ ആയിട്ടുള്ളത് ക്രൂ ഇല്ല, നമുക്ക് ക്യാമറ ഇല്ല, ഒന്നുമില്ല. അപ്പോൾ കയ്യിൽ കിട്ടുന്ന അന്നത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ മാത്രമാണ്. അപ്പോൾ ആ സാധ്യത, അപ്പം എനിക്ക് തോന്നുന്നത് ഈ അടുത്ത് ഒരു സ്ഥലത്ത് സംസാരിക്കാൻ വിളിച്ചപ്പോൾ, ഞാൻ അവിടെ ഒരു കോളേജിൽ സംസാരിക്കാൻ വിളിച്ചപ്പോൾ അവരുടെ അടുത്ത് പെട്ടെന്ന് പറഞ്ഞു പോയൊരു കാര്യമുണ്ട്. അതായത് എല്ലാ സൗകര്യങ്ങളിൽ നിന്നും നമുക്ക് ചിലപ്പോൾ ഒരു നല്ല കല അല്ലെങ്കിൽ നല്ല സിനിമ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ പരിമിതികളിൽ നിന്നാണ് ഒരു മഹത്തായ സിനിമ ചിലപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഈ പരിമിതികൾക്കകത്ത് നിന്ന് എന്തെങ്കിലും അത് മഹത്തരം എന്ന് ആരെങ്കിലും വിളിക്കാനോ വിളിക്കപ്പെടാനോ വേണ്ടിയല്ല, പക്ഷെ മറിച്ച് ജീവിച്ചിരിക്കുന്ന കാലത്തെ നമ്മൾ എന്ന് പറയുന്ന നമ്മുടെയും ഒരു ശബ്ദം വേറിട്ട് കേട്ടുവോ എന്നുള്ളൊരു ചോദ്യം ഇങ്ങനെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ചില പരീക്ഷണങ്ങളും മറ്റുമാണ്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ലാർജായിട്ട് സംസാരിക്കാനുള്ളത് രാജേഷ് ഇവിടെ പറഞ്ഞു വെച്ച മറ്റു ചില കാര്യങ്ങളാണ്. എൻ്റെ സ്വന്തം സിനിമയെ പറ്റിയോ മറ്റ് സിനിമകളെ പറ്റിയോ അല്ല, മറിച്ച് കേരളത്തിലായാലും ഈ സിനിമ എന്ന് പറയുന്നത്, ഇപ്പം ഏറ്റവും ചെറിയൊരു ഉദാഹരണം പറഞ്ഞപ്പോൾ രാജേഷിൻ്റെ വർക്ക് ഒരുപാട് പ്രധാനപ്പെട്ട ഫിലിം ഫെസ്റ്റിവൽസിൽ പോയതാണ്. മലയാളത്തിൽ എത്ര എഴുത്തുകൾ സ്ലൈവ്സ് ഓഫ് ദ എംപററിനെ പറ്റിയിട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുക്കം എഴുത്തുകളാണ് ആ സിനിമയെ പറ്റിയിട്ടുണ്ടായി. എത്രയോ ഫിലിം ഫെസ്റ്റിവൽ. അത് മാത്രമല്ല, IDSFFKയുടെ തന്നെ കോമ്പറ്റീഷനിൽ വന്നൊരു സിനിമയാണത്. കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഫിലിം ഫെസ്റ്റിവലുകൾ, പ്രാദേശിക ഫിലിം ഫെസ്റ്റിവലുകൾ വന്നിട്ടുള്ള സിനിമയാണ്. ഞാൻ പറയുന്നത് പബ്ലിക്കായിട്ടുള്ള പൊതുജനം ഈ സിനിമയെ പറ്റി ഏറ്റെടുത്ത് അഭിപ്രായം എഴുതി ഫേസ്ബുക്ക് കൂടെ ഇത് വൈറലാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. അത് നടക്കണമെന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അപ്പുറത്ത് രേഖാചിത്രം പോലെയുള്ള സിനിമകളുണ്ട്, അവർക്ക് ആഘോഷിക്കാനുള്ള സിനിമകളുണ്ട്. എന്റർടൈൻമെന്റിന്റെ ഭാഗമായിട്ട് തന്നെയാണ് സിനിമ പലപ്പോഴും നിന്നിട്ടുള്ളത്. അപ്പോൾ അത്തരം സിനിമകൾ തന്നെ ആയിരിക്കും ഫേസ്ബുക്കിൽ കരുതുക. പക്ഷേ ഇവിടുത്തെ അക്കാഡമിക് സമൂഹത്തിന്, ഗവേഷക സമൂഹത്തിന്, ക്രിട്ടിക്സിന്, ഫിലിം ക്രിട്ടിക്സിനൊക്കെ ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എഴുത്തുകൾ അവരിൽ നിന്നുണ്ടാവുകയാണെങ്കിൽ അതിൽ നിന്നാണ് ആ ബോധവൽക്കരണം ഉണ്ടാവേണ്ടത്. അതാണ് സിനിമയെ സഞ്ചരിക്കുക. ഇന്ന് എനിക്ക് മലയാളത്തിലെ പ്രധാനപ്പെട്ട ക്രിട്ടിക്കുകൾ ഉൾപ്പെടെയുള്ളവരോടുള്ള മെയിൻ വിമർശനം ഫേസ്ബുക്ക് എഴുത്തുകളായിട്ട് നമ്മുടെ സിനിമ വിമർശനങ്ങളും, സിനിമ വിമർശനം പോലുമല്ല, എനിക്ക് തോന്നുന്നത് ഒരു PR എഴുത്തായിട്ട് നമ്മുടെ സിനിമകളെ പറ്റിയിട്ടുള്ള ഇത് മാറിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള PR എഴുത്താണ്. മാത്രമല്ല, പൊളിറ്റിക്കലായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഗതിയെ തൊടുന്നൊരു സിനിമയാണെങ്കിൽ ആ സിനിമയെ പറ്റി പരമാവധി എഴുതാതിരിക്കുക എന്നുള്ളൊരു സംഭവം കൂടി സംഭവിക്കുന്നുണ്ട്. അത് സത്യത്തിൽ നമുക്ക് രാഷ്ട്രീയം ഉണ്ടാവാം, നമുക്ക് രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഉണ്ടാവാം, പല വിഷയങ്ങളുണ്ടാവാം. പക്ഷെ ഒരു വർക്ക് ഓഫ് ആർട്ട് എന്നുള്ള രീതിയിൽ ഒരു സിനിമ ഏറ്റെടുക്കാനും വർക്ക് ഓഫ് ആർട്ട് എന്നുള്ള രീതിയിൽ അതിനെ സമീപിക്കാനും പറ്റുമ്പോഴാണ്, അതിൽ ശരിയും തെറ്റുകളും ചോർന്നെടുക്കാനും കണ്ടെടുക്കാനും കഴിയുമ്പോഴാണ് സൈലൻസ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ എഴുത്തുകൾ ഒരു ഭാഗത്തേക്ക് നോക്കുന്നേ ഇല്ല. ഫിലിം ക്രിട്ടിക് എന്ന് പറയുന്ന മലയാളത്തിൽ പണ്ട് എനിക്ക് തോന്നുന്നത് സാഹിത്യം എങ്ങനെയാണ് മലയാളത്തിൽ ഇത്രയും പോപ്പുലർ ആയത്, നമ്മളെങ്ങനെയാണ് എഴുത്തുകാരെ അറിഞ്ഞത്? ഇപ്പം ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട വിമർശകരായിരുന്നു M. കൃഷ്ണനായിരുന്നു, നമുക്കറിയാം. അദ്ദേഹം ഈ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കുറെ പുറത്തൊക്കെ ഉള്ള സിനിമകളൊക്കെ ഏറ്റെടുത്ത് പുസ്തകങ്ങൾ ഏറ്റെടുത്ത്, എഴുത്തുകാരെ ഏറ്റെടുത്ത് അത്തരം സംഗതികളെ പറ്റി എഴുതി തുടങ്ങുന്നത്, അത്തരത്തിലുള്ള കോളങ്ങൾ ഒക്കെ ഉണ്ട്. ഇന്ന് നമ്മളുടെ എല്ലാ നെറേറ്റീവ്സും ഈ ഫിക്ഷൻ എന്ന് പറയുന്നത്, ഫിക്ഷൻ നിങ്ങൾക്ക് എല്ലായിടത്തും അവൈലബിൾ ആണ്. നമ്മുടെ തിയേറ്റർ സ്പേസ് അവൈലബിൾ ആണ്. നമുക്ക്
എന്താ പറയുന്ന ഫെസ്റ്റിവൽ സ്പേസ് അവൈലബിൾ ആണ്. നമുക്ക് എല്ലാ സ്പേസിലും ഫിക്ഷൻ അവൈലബിൾ ആണ്. ഈ അവൈലബിൾ ആയ ഒരു സാധനത്തിന് വീണ്ടും വീണ്ടും എഴുതുകയും അത് നിങ്ങൾ ഒരുപക്ഷെ ഡോക്യുമെന്ററി ഇപ്പോൾ രാജേഷ് ജെയിംസിന്റെ വർക്കിനെ പറ്റിയോ ജലമുദ്രയെ പറ്റിയോ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ 5 ലൈക്കേ കിട്ടുന്നുണ്ടാവുള്ളൂ. അതപ്പുറത്ത് രേഖാചിത്രത്തിനെ പറ്റി എഴുതി. രേഖാചിത്രം മോശം സിനിമയായിട്ടല്ല ഞാനത് പറയുന്നത്. രേഖാചിത്രം സത്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ കൂടെയാണ്. പക്ഷെ അതിനെപ്പറ്റി എഴുതി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കൂടുതൽ 100 ലൈക്കിലേക്ക് ഇരുന്ന്. പക്ഷേ ഈ ഫേസ്ബുക്ക് ലൈക്കുകളല്ലല്ലോ നമ്മുടെ ഒരു ചരിത്രത്തെ അതിന്റെ ഗവേഷണ പാതയോ ഒക്കെ നിർണ്ണയിക്കേണ്ടത്. ഈ അടുത്തൊരു വലിയൊരു അനുഭവം ഉണ്ടായത്, ഞാനൊരു സ്കൂളിൽ വെച്ചാൽ +1 +2 കുട്ടികളാണ്. ഒരു നാഷണൽ സർവീസ് സ്കീമിന്റെ ഭാഗമായിട്ട് അവർക്ക് ഒരു 2 ദിവസത്തെ ഡോക്യുമെന്ററി ഫിലിം മേക്കിംഗ് വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാനായിട്ട് വിളിച്ചു. +1 +2 എന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു 17 വയസ്സിനും 16, 17, 18 വയസ്സ് പ്രായമുള്ള കുട്ടികളുടെ ഒരു ഗ്രൂപ്പാണ്. 80ഓളം കുട്ടികളുണ്ടായിരുന്നു. 2 ബാച്ച് ഉണ്ടായിരുന്നു. ഈ 2 ബാച്ചിൽ 80ഓളം കുട്ടികൾക്കിടയിൽ സംസാരിക്കുമ്പോൾ ഡോക്യുമെന്ററി സിനിമകൾ കണ്ട കുട്ടികളുടെ എണ്ണം കയ്യിൽ 10 വിരലിൽ എണ്ണാവുന്നതുള്ളൂ. 2 ബാച്ചും കൂടിയിട്ട് 10 വിരലിൽ. അതിൽ തന്നെ ആ കുട്ടികൾ കൂടുതൽ കണ്ട സിനിമ, അതായത് കൂടുതൽ പേരും കൈവക്കി ഡോക്യുമെന്ററി സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം അവർ കൂടുതൽ പറഞ്ഞ സിനിമ കറി ആൻഡ് സൈനൈഡ് എന്നുള്ള ജോളി കൂടത്തായി എന്ന് പറയുന്ന നെറ്റ്ഫ്ലിക്സ് അത്തരം സിനിമകളാണ്. പിന്നെ ഒരു കുട്ടി കൂടി പറഞ്ഞാൽ അവൻ ഡൽഹി ക്രൈമിനെ പറ്റി വന്ന ഡോക്യുമെന്ററി കൂടെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതാണ് നിർമ്മിച്ചെടുക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയിലേക്ക്, ഞാൻ ഈ അടുത്തൊരു ചെറിയൊരു യൂട്യൂബ് ചാനലിൽ ഒരു ഇന്റർവ്യൂ വിളിച്ചപ്പോൾ ഞാൻ അവിടെ പ്രത്യേകിച്ച് പറഞ്ഞു, ഇപ്പം ഞാൻ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററികൾ മോശമായിട്ട് പറയുന്നില്ല. നെറ്റ്ഫ്ലിക്സിനകത്ത് നല്ല ഡോക്യുമെന്ററികൾ ഒരുപാടുണ്ട്. പക്ഷെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള OTT ചാനലുകൾ ഇപ്പൊ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന നിർമ്മിക്കുകയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നത് രാജേഷിന് ഡോക്യുമെന്ററി ഫിലിം മേക്കിങ്ങിൽ നല്ല രീതിയിൽ ഇടപെടുന്ന ഫിലിം മേക്കേഴ്സിന് ഇത് കൃത്യമായിട്ട് അറിയാം. നിങ്ങളൊരു ഐഡിയ കൊണ്ടുപോയാൽ നെറ്റ്ഫ്ലിക്സ് പിച്ച് ചെയ്യാൻ പറ്റില്ല. നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള OTT പ്ലാറ്റ്ഫോംസ് അത്തരത്തിലുള്ള ഒരു ഐഡിയ പിച്ച് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് എനിക്ക് മണ്ണ് എന്നേ റിലീസ് ചെയ്യാമായിരുന്നു. പ്രധാനപ്പെട്ട OTT പ്ലാറ്റ്ഫോം നിങ്ങൾ അത് ഇവിടെ ഇപ്പം ഈ പറയുന്ന OTT പ്ലാറ്റ്ഫോംസ് ഒക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഐഡിയ നമുക്ക് അങ്ങ് തരുവാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഐഡിയയിൽ നിങ്ങൾക്ക് എന്ത് സിനിമ എടുക്കാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിക്ഷൻ ആസ്വാദനത്തിലൂടെ വന്നിട്ടുള്ളതുണ്ടല്ലോ, പ്രത്യേകിച്ച് ഇപ്പൊ നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ എന്താണോ ഫിക്ഷൻ സിനിമയിൽ മാർക്കോ പോലെയുള്ള സിനിമകൾ അല്ലെങ്കിൽ വയലൻസ് ഉള്ള സിനിമകൾ എന്താണോ ഫിക്ഷനിൽ ഉത്പാദിപ്പിക്കുന്നത്, അതിന്റെ ഒരു ലൈറ്റർ വേർഷനാണ് ഡോക്യുമെന്ററി സിനിമകൾ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇവരും പറഞ്ഞു വെക്കുന്നത്. ക്രൈം പോലെയുള്ള സംഗതികളെ വേറെ രീതിയിൽ പോപ്പുലറൈസ് ചെയ്യാണ്. പക്ഷെ ഒരുപക്ഷെ ഇന്റർവ്യൂ ആയിട്ടായിരിക്കും. ക്രൈം സീൻസ് ഒന്നും അത്ര ഭയങ്കര മാർക്കോയെ പോലെ, ഞാൻ മാർക്കോ കണ്ടിട്ടില്ല, പക്ഷെ അതുപോലെ തല തല്ലിപ്പൊളിക്കുകയോ ഗ്യാസ് കുറ്റിയിട്ട് തടിക്കുകയോ ചെയ്യുന്നുണ്ടാവില്ല. അത് ചിലപ്പോൾ കാണിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്ക് ഇത് പേടിപ്പിക്കേണ്ടതുണ്ട്. ഇത്തരം ഡോക്യുമെന്ററികൾ ചിലപ്പോൾ നാളെ ഗ്യാസ് തല്ലിപ്പൊളിക്കുന്നതും ചിലപ്പോൾ കാണിക്കുമായിരിക്കാം. ഇനി ഒരു പക്ഷേ ഈ മറ്റേ 5 or 6 പേരെ കൊന്ന വെഞ്ഞാറമൂടിലെ മറ്റേ ആ ക്രിമിനൽ കേസിൽ പെട്ടിട്ടുള്ള അയാളെ പറ്റിയായിരിക്കും ഒരു പക്ഷേ. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഒരു ഫിലിം മേക്കർക്ക് ഹി കൻ ഡു എ ഫിലിം ഫോർ 30 crores or 50 crores. എനിക്ക് തോന്നുന്നു നെറ്റ്ഫ്ലിക്സ് നയൻതാരയുടെ ഡോക്യുമെന്ററിക്ക് 30 കോടിയാണ് കൊടുക്കുന്നത്. ഭയങ്കര അട്രാക്റ്റീവ് എമൗണ്ട് ആണ് അതൊക്കെ. അപ്പൊ വേണമെങ്കിൽ എനിക്ക് വെഞ്ഞാറമൂട് കൊലപാതകത്തെ പറ്റിയിട്ട് ഒരു ഡോക്യുമെന്ററി അത് വേണേൽ തല തല്ലിപ്പൊളിക്കുന്നതൊക്കെ കാണിക്കാമല്ലോ. അത്തരം പോസിബിലിറ്റി മുഴുവൻ കിടക്കുമല്ലോ അതിനകത്ത്. 3 വീടുകളിലായി 80 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ഒരാളുടെ ഫിക്ഷനേക്കാൾ മനോഹരമായിട്ട് ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ഡോക്യുമെന്ററി ഉണ്ടാക്കിയിട്ട് 30 കോടിക്ക് 50 കോടിക്കൊക്കെ വിൽക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള സാധ്യതകളിലേക്ക് ചുരുക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായിട്ട് പാരലൽ നെറ്റ്വർക്കിലൂടെ സിനിമ ആളുകളിലേക്ക് എത്തിച്ച വിഭാഗം ഡോക്യുമെന്ററി ഫിലിം മേക്കേഴ്സ് ആണ്. നമ്മൾ ആനന്ദ് പടവർദ്ധൻ അനലോഗിൽ സിനിമ എടുത്ത ആളാണ്, ഫിലിമിൽ സിനിമ ചെയ്ത ആളാണ്. ആനന്ദ് പടവർദ്ധൻ തൊട്ടിട്ട് രാകേഷ് ശർമ്മ തൊട്ടിട്ട് ഏറ്റവും അടിസ്ഥാനമായിട്ട് ഇപ്പം രാകേഷ് സംസാരിക്കുമ്പോൾ ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ കാര്യം പറഞ്ഞു. ഇത്തരത്തിൽ നേരിട്ട് ആളുകളിലേക്ക് ഞങ്ങൾ സിനിമയായിട്ട് എവിടെയെങ്കിലും ഇരുന്നിട്ട് ഇപ്പോൾ നിങ്ങളിലേക്ക് ഈ ഫിലിം മേക്കേഴ്സ് പലരും സിനിമകളുടെ ഡയറക്ടേഴ്സ്, ഇപ്പോൾ മാർക്കോ പോലത്തെ സിനിമയുടെ ഡയറക്ടറെ ചോദിച്ചാൽ പോലും എത്ര പേർക്ക് അറിയാവുന്ന പോലെ എനിക്ക് ഓർമ്മയില്ല. ഒരുപക്ഷെ അതിൽ ആക്ടേഴ്സിന് അറിയാമായിരിക്കാം. ഈ ഡയറക്ടർ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഇതിങ്ങനെ മറ്റേ എന്താ പറയുന്ന തിയേറ്റർ വഴിയും OTT വഴിയും സപ്ലൈ ചെയ്തിട്ടാണ് ആളുകളിലേക്ക് ഇരുന്നത്. ഞാനായാലും അജിത്തേട്ടനായാലും രാജേഷ് ജെയിംസ് ആയാലും എൻ്റെ സിനിമയുടെ 98% സ്ക്രീനുകളിൽ ഞാൻ നേരിട്ട് പങ്കെടുത്തുണ്ടെന്ന് എനിക്കറിയാൻ പറ്റും. എൻ്റെ സിനിമ കണ്ടിട്ടുള്ള ഓരോ ആളുകളായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓരോ അവസരവും ഞാൻ ഒഴിവാക്കാറില്ല. അത് എനിക്ക് തോന്നുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള നല്ലൊരു ശതമാനം ഫിലിം മേക്കേഴ്സും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അത് തന്നെയാണ്. നേരിട്ടാണ് എത്തുന്നത്. ഓരോ മനുഷ്യനും നമ്മളെ ചോദ്യം ചെയ്യണമെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവൈലബിൾ ആണ്. ആ രീതിയിൽ ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായിട്ട് പാരലൽ നെറ്റ്വർക്ക് എക്സ്പ്ലോർ ചെയ്യുകയും സമാന്തരമായ സ്ക്രീനിങ് സംവിധാനങ്ങളിലൂടെ ഈ പറയുന്ന രീതിയിൽ ഓരോ ആളുകളിലേക്കും സിനിമ എത്തിക്കുകയും ചെയ്ത് ഡോക്യുമെന്ററി ഫിലിം മേക്കേഴ്സാണ്. പാരലലായിട്ട് ഇപ്പം ഡൽഹിയിലോ ബോംബെയിലോ കശ്മീരിലോ മറ്റേ എവിടെയോ ഇരുന്നിട്ട് ഉണ്ടാക്കുന്ന അത്രയും പൊളിറ്റിക്കൽ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹ്യമായിട്ടുള്ള അത്രയും ഇടപെടൽ നടത്തിയിട്ടുള്ള അത്തരം സിനിമകൾ മുഴുവൻ എല്ലാ ആളുകളിലേക്ക് എത്തിയത് തിയേറ്റർ നെറ്റ്വർക്ക് വഴിയോ ഇന്ത്യയിലെ ഏതെങ്കിലും വ്യവസ്ഥാപിതമായിട്ടുള്ള വലിയൊരു ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തിട്ട് എല്ലാ ആളുകളിലേക്ക് എത്തിയിട്ടോ വേണ്ട. ഫിലിം ക്രിറ്റിക്
ക്രിട്ടിക്കുകൾ എഴുതിയിട്ട് പോലുമല്ല എന്ന് മനസ്സിലാക്കണം. ഫിലിം ക്രിട്ടിക്കുകൾ എഴുതിയിട്ട് പോലുമല്ല. ഓരോ ഫിലിം മേക്കറും അവരവരുടേതായ എഫേർട്ട് എടുത്ത് അത് കണ്ട മനുഷ്യർ മറ്റൊരു മനുഷ്യരോട് പറഞ്ഞ്, കണ്ട മനുഷ്യർ അവരോട് പറഞ്ഞ്. ഇപ്പോൾ മണ്ണ് ആദ്യം ഞാൻ ചെന്നൈ ഫിലിം ഫെസ്റ്റിവലിൽ കാണിക്കുമ്പോൾ ഞാൻ ഭയങ്കര കോൺഫിഡൻസിലല്ല എൻ്റെ സിനിമ അവിടെ കാണിക്കാൻ കൊണ്ടുപോയത്. 200 പേരൊക്കെ ഉണ്ടായിരുന്നു. ലയോള കോളേജിലായിരുന്നു ആദ്യത്തെ വെന്യൂ. അപ്പോൾ ഞാൻ ഒട്ടും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല, ബിക്കോസ് ദാറ്റ് വാസ് മൈ ഫസ്റ്റ് ഫിലിം. സോ ദാറ്റ് വാസ് മൈ ഫസ്റ്റ് സ്ക്രീനിങ്. സോ ഐ വാസ് അബൌട്ട് ടു, എനിക്ക് എന്താ ഉണ്ടാവുക എന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്ക് അത്ര ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വലിയ ഓഡിയൻസിനെ അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ സിനിമ തുടങ്ങി കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ പിന്നിലൊക്കെ പിള്ളേരിന്ന് സംസാരിക്കുന്നുണ്ട്, ചിലർ എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് ഒരു കാര്യമില്ല, ഒന്നും വെറുതെ ഒരു 4-5 കൊല്ലം പണിയെടുത്തു എന്നല്ലാതെ ഇതെവിടെ ആളുകളിലേക്ക് എത്തിയിട്ടില്ല. ഈ സിനിമയുടെ ലാംഗ്വേജ് ഭയങ്കര ബോറാണെന്നൊക്കെയാണ് ഞാൻ ഫസ്റ്റ് സ്ക്രീനിങ്ങിൽ ഞാൻ വിചാരിച്ചത്. പക്ഷെ എന്തുണ്ടായെന്ന് വെച്ചാൽ സിനിമ കഴിഞ്ഞ് നിർത്തി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ശ്രദ്ധാപൂർവം കണ്ടിരുന്ന ഒരു 10-20 കുട്ടികളുടെ അവസാനം വരെ ഇരുന്നവരിൽ ഒരു 4-5 പേര് വന്നിട്ട്, അതിൽ ചില തമിഴ് തൊഴിലാളി വിഭാഗത്തിൽ ജനിച്ച കുട്ടികളുണ്ടായിരുന്നു. അവരവരുടെ ഫീലിങ്സ് പങ്കുവെക്കാൻ തുടങ്ങുന്നതോടുകൂടിയിട്ടാണ് നമ്മൾ ചെയ്തതും ആരെയൊക്കെയോ ചെന്നിട്ട് ഇൻഫ്ലുവൻസ്. ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ രാജേഷ് പറഞ്ഞ പോലെ ഇതിന്റെ മേക്കിങ്ങിന്റെ പ്രോസസ്സിന് ഇടയ്ക്ക് വരുന്ന ഇത്തരം കാര്യങ്ങളെ പറ്റി രാജേഷ് പറഞ്ഞല്ലോ, ഇതാണ് യഥാർത്ഥത്തിൽ സത്യസന്ധമായ ഡോക്യുമെന്ററി ഫിലിം മേക്കേഴ്സിനെ എല്ലാവരെയും നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും സത്യം പറഞ്ഞു. പക്ഷെ ഇതിൽ മുഴുവൻ തകർത്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ ഈ നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള, ഞാൻ അടച്ചു കുറ്റം പറയുന്നില്ല, നെറ്റ്ഫ്ലിക്സിൽ വളരെ ഇപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് ഡോക്യുമെന്ററികളുണ്ട്, പക്ഷെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യക്ക് അത് പ്രൊപ്പഗൻഡ സിനിമകളായി മാറുന്നുണ്ട്. ഒരുപക്ഷെ രാഷ്ട്രീയമായിട്ട് ഇപ്പൊ നാളെ നരേന്ദ്രമോദിയെ പറ്റിയിട്ട് ഒരു സിനിമ എടുത്തിട്ട് ഓൾറെഡി ഉണ്ട്, PM നരേന്ദ്രമോദി എന്നൊക്കെ പറഞ്ഞ സിനിമ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള പ്രൊപ്പഗാൻഡകൾ സപ്ലൈ ചെയ്യപ്പെടുന്ന കാലത്ത് ഇപ്പൊ നമുക്ക് OTT സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. വി കൺ സ്റ്റോപ്പ് ഫണ്ടിങ്, നെറ്റ്ഫ്ലിക്സ് ഫണ്ട് ചെയ്യുന്നത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. 50 കോടിക്കും 30 കോടിക്കും കാശ് കിട്ടുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പോയി എടുക്കാൻ ആൾക്കാരുണ്ടാവും. ഉറപ്പായിട്ടും അത്തരം സിനിമകൾ സംഭവിക്കുകയും ചെയ്യും. നമുക്ക് അതിനൊന്നും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് മറ്റൊന്ന് ചെയ്യാൻ പറ്റും, പാരലലി മനുഷ്യരോട് ഇത് സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനായിട്ട് ഇത് ഫിലിം മേക്കേഴ്സിന് ഏറ്റെടുക്കാൻ പറ്റില്ല. കാരണം ഞങ്ങളുടെ ഉത്തരവാദിത്തം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ തുച്ഛം നമ്പർ ആണെങ്കിലും കേരളത്തിൽ ഇപ്പം ആക്റ്റീവായിട്ട് ഫിലിം മേക്കിങ്ങിൽ, ഡോക്യുമെന്ററി ഫിലിം മേക്കിങ്ങിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളുകളെ നിങ്ങൾക്ക് പേരെടുത്ത് പറയാൻ പറ്റും. വളരെ കുറച്ച് പേരിൽ പേരെടുത്ത് പറയാൻ പറ്റും. ഈ പേരെടുത്ത് ഇപ്പം എൻ്റെ സിനിമ ബിയോണ്ട് ഹേട്രഡ് ആൻഡ് പവർ വി കീപ് സിംഗിങ് IDSFFK ലിസ്റ്റ് ചെയ്ത വർഷം കേരളത്തിൽ നിന്ന്, മലയാളത്തിൽ നിന്ന് ഒരേ ഒരു ഡോക്യുമെന്ററി സിനിമ മാത്രമേ ലോങ് ഡോക്യുമെന്ററി വിഭാഗത്തിലുണ്ടായിരുന്നുള്ളൂ. അത് ബിയോണ്ട് ആയിരുന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം രാജേഷിന്റെ സിനിമ മാത്രമായിരിക്കണം ഒരുപക്ഷെ കോമ്പറ്റീഷൻ വിഭാഗത്തിൽ മലയാളത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 10, 20, 30 സിനിമകൾ സെലക്ട് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലത്ത് ഒരു സിനിമയോ 2 സിനിമയൊക്കെയാണ് മാക്സിമം മലയാളത്തിൽ നിന്ന് സംഭവിക്കുന്നത്, പ്രത്യേകിച്ച് ലോങ് ഡോക്യുമെന്ററി വിഭാഗത്തിൽ. ഇനി അതിനപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ലോകത്ത് ഇങ്ങനെ ഒരു ഫിലിം ഫെസ്റ്റിവൽ വേറെ എവിടെ ഉണ്ടാവില്ല. ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ഫിലിം ഫെസ്റ്റിവലിൽ ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ഇല്ലാത്ത ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ വേറെ എവിടെ ഉണ്ടാവില്ല. ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ഇല്ല അതിനകത്ത്. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് പേരുള്ളൂ. ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ഇല്ലാത്ത ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലാണ് IDSFFK. IDSFFKയിൽ സിനിമ സമർപ്പിക്കണമെങ്കിൽ അതിനുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ ആവണം എന്നുള്ളതാണ്. അത് മറ്റതൊക്കെ ക്യൂറേറ്റഡ് പാക്കേജ്. നമ്മളവിടെ കാണുന്ന മറ്റ് ഡോക്യുമെന്ററി ഫിലിംസ് എല്ലാം ക്യൂറേറ്റഡ് പാക്കേജുകൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാ. അതുകൊണ്ട് ഇപ്പൊ ഞാൻ എൻ്റെ ഒരു തമാശ പറയാം. ബിയോണ്ട് ജാഫ്ന ഫിലിം ഫെസ്റ്റിവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഫിലിമാണ്. ജാഫ്നയിൽ അന്ന് ആ സമയത്ത് തന്നെയാണ് വിസ്പേഴ്സ് ഓഫ് ഫയർ ആൻഡ് വാട്ടർ എന്ന് പറയുന്ന സിനിമയും സെലക്ട് ചെയ്യപ്പെടും. വിസ്പേഴ്സ് ഓഫ് ഫയർ ആൻഡ് വാട്ടർ എന്ന് പറയുന്നത് IFFKയിൽ സെലക്ട് ചെയ്തതാണ്. ബിയോണ്ട് ഹേട്രഡ് ആൻഡ് പവർ വി കീപ് സിംഗ് എന്ന് പറയുന്നത് IDSFFKയിൽ വന്ന സിനിമയാണ്. നോക്കൂ, അത് 2 സിനിമയും ഒരേ കാറ്റഗറിക്ക് അകത്ത് കൊണ്ടുപോയിട്ടാണ് കാണിച്ചത്. ഇതേ സെയിം എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം മണ്ണ് ഇവിടെ ധാക്കയിൽ കിട്ടിയപ്പോഴും. ധാക്കയിൽ കിട്ടിയ വർഷം ആ വർഷം 2 സിനിമകളായിരുന്നു ധാക്കയിൽ. എനിക്ക് മലയാളത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യയിൽ നിന്ന് വേറെ സിനിമകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മലയാളത്തിൽ നിന്ന് 2 സിനിമകളായിരുന്നു അത്തരം വേൾഡ് സിനിമ വിഭാഗത്തിൽ ലിസ്റ്റ് ചെയ്തത്. അതിലൊന്ന് ഡോക്ടർ ബിജുവിന്റെ പോർട്രേറ്റ് എന്നുള്ള സിനിമയായിരുന്നു. മേ ബി നാളെയോ മറ്റന്നാളോ അത് ഇവിടെ കാണിക്കുന്നുണ്ട്, ഈ ഫെസ്റ്റിവലിൽ കാണിക്കുന്നുണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോർട്രേറ്റും രണ്ടാമത്തെ സിനിമ മണ്ണുമായിരുന്നു. 3 സിനിമകൾ ഏഷ്യൻ സിനിമ വിഭാഗത്തിൽ സെലക്ട് ചെയ്തിരുന്നു. അതിലൊന്ന് സണ്ണി, ആണ്ടാൾ, പിന്നെ ഏതോ 2 സിനിമകൾ ഞാൻ ഓർക്കുന്നുണ്ട്. ഇതൊന്ന് ഡോക്യുമെന്ററി സിനിമ ഫെസ്റ്റിവലിലും ഒന്ന് ഇതിലുമാണ് എന്നുള്ളതുകൊണ്ട് അവിടെ വരുമ്പോൾ അത് 2 ഒരേ കാറ്റഗറിക്കകത്ത് തന്നെയാണ് അത് അവിടെ വരുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ, നിങ്ങൾക്ക് എന്താ പറയുന്നത്, സീറ്റ് ഇട്ട് തരും ചെയ്യുക, പക്ഷെ മാറി ഇരുത്തുകയും ചെയ്യാന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ഡോക്യുമെന്ററി. ഞങ്ങൾ ആരെങ്കിലും നാട മുറിക്കാൻ വിളിക്കണമെന്നോ നാളെ കടയുടെ ഉദ്ഘാടനത്തിന് വിളിക്കണമെന്നൊന്നും ഞാനോ രാജേഷോ അജിത്തേട്ടനോ ഒന്നും നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നില്ല പൊതുസമൂഹത്തിനോട്. ഞാൻ അങ്ങനെ പേഴ്സണലി നിങ്ങളെന്ന് പറയുന്നത് ജനറൽ ആണ് കേട്ടോ, ഇറ്റ്സ് നോട്ട് പെർട്ടിക്കുലർ. കാരണം അങ്ങനെയല്ല പറയുന്നത്. പക്ഷെ നമ്മൾ ആരും പൊതുസമൂഹത്തിനോട് പറയുന്നില്ല ഞങ്ങൾ നാട മുറിക്കാൻ വിളിക്കുക. നിങ്ങൾ നമുക്ക് വേണം 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും 30 കോടി 40 കോടിയൊക്കെ സിനിമ എടുക്കാനുള്ള പോസിബിലിറ്റി ഇപ്പുറത്ത് ഉണ്ട് താനും. എന്നിട്ട് ഇതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് ഇത്തരത്തിലുള്ള പണിക്ക് ഇറങ്ങുന്നത് ഇതിനോടുള്ള പാഷൻ
മാത്രമല്ല, നമ്മൾ ചെയ്യുന്നത് വർക്ക്, ആർട്ട് എന്ന് പറയുന്നത് സത്യസന്ധമായ ഒരു ഇടപെടലാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് എവിടെയൊക്കെ ജീവിതത്തിൻ്റെ ചില യാത്രകൾക്കിടയ്ക്ക് രൂപപ്പെട്ടതുകൊണ്ടുകൂടിയാണ്. അതുകൊണ്ട് സിനിമകൾ കാണുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ സിനിമകളെ പറ്റി എഴുതുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടി തീർച്ചയായിട്ടും ആസ്വാദകരോടല്ല, സിനിമ കാണുന്നവരോടല്ല എനിക്ക് പറയാനുള്ളത്. ഫിലിം ക്രിട്ടിക്കുകൾ എന്ന് പറയുന്ന, കേരളത്തിൽ ഇന്ന് ഫിലിം ക്രിട്ടിക്കുകൾ ഇല്ല എന്ന് എനിക്ക് PR എഴുത്തായിട്ടാണ് കേരളത്തിലെ ഫിലിം ക്രിറ്റിസിസത്തെ ഞാൻ ജനറലി എല്ലാ ഇതിലും വളരെ വലിയ രീതിയിലുള്ള PR എഴുത്തായിട്ട് നമ്മുടെ ഫിലിം ക്രിറ്റിസിസം ചുരുങ്ങിപ്പോയിട്ടുണ്ട്. അതിനെ തിരിച്ച് വീണ്ടെടുക്കേണ്ടതുണ്ട്. നമ്മൾ ഫിലിം ക്രിട്ടിക് എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ അങ്ങനെ നെയിം ചെയ്യേണ്ട, ലേബൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും എഴുതി തുടങ്ങുകയും എല്ലാവർക്കും ക്രിട്ടിക്കാവുകയും ചെയ്യാം. പക്ഷേ ഫിക്ഷൻ ഇത്ര എഴുതുന്നതിനൊപ്പം തന്നെ നിങ്ങൾ കണ്ട ഒരു വർക്കിനെ പറ്റിയെങ്കിലും എഴുതാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് 10 ആളെങ്കിലും അത്തരത്തിൽ അത് അറിയും, ആ രീതിയിൽ അത് കാണിക്കും. തീർച്ചയായിട്ടും മെട്രോ ഫിലിം സൊസൈറ്റി ഈ നടത്തിയ ഇന്നത്തെ ഒരു പ്രത്യേക സെഷൻ തന്നെ ഇതിനു വേണ്ടി വെച്ചു എന്നുള്ളതിലും ഇത്രയും പേര് ഇവിടെ പങ്കെടുത്തു എന്നുള്ളതിലും ഇത് വളരെ ആധികാരികമായിട്ട് നിക്സൺ ചേട്ടനെ പോലെ ഒരാളെ ഇത് ക്യൂറേറ്റ് ചെയ്യാൻ ഏൽപ്പിച്ചു എന്നുള്ളതിലും ഇതിൻ്റെ വലിയ പ്രാധാന്യത്തോടുകൂടി ആളുകളിലേക്ക് എത്തിക്കാൻ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു പലതവണ ജോർജ് ചേട്ടനൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ശ്രമം നടത്തി എന്നുള്ളതിലും ഞാനുൾപ്പെടെ, രാജേഷ് ഉൾപ്പെടെയുള്ള ആളുകളുടെ, രജിതരൻ ഉൾപ്പെടെയുള്ള ആളുകളുടെയൊക്കെ സിനിമകൾ ഇവിടെ കാണിക്കാനുള്ള ശ്രമം നിങ്ങൾ കാണിച്ചു എന്നുള്ളതിലും മെട്രോ ഫിലിം സൊസൈറ്റിയിലെ ഓരോ മെമ്പേഴ്സിനോടും വ്യക്തിപരമായിട്ടുള്ളൊരു നന്ദിയും കൂടി പറഞ്ഞുകൊണ്ട് ഈ സിനിമകളും ഒക്കെ കൂടി നമ്മൾ ഈ സെഷൻ അടിപൊളിയാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നിർത്തും. തീർച്ചയായിട്ടും നമ്മൾ ഡോക്യുമെൻ്ററി വർത്തമാനവും ഭാവിയും എന്നുള്ള വിഷയത്തിലുള്ള ചർച്ചകളാണ് നമ്മൾ കേട്ടത്. അത് ഡോക്യുമെൻ്ററിക്കാരൻ എന്ന നിലയ്ക്ക് അവരുടെ തന്നെ ശബ്ദമാണ്, അവരുടെ തന്നെ പ്രശ്നങ്ങളാണ്. മാത്രമല്ല അത് നമ്മുടെയും പ്രശ്നമായിരിക്കുന്നു. കാരണം നമ്മുടെ സാഹചര്യത്തിൽ ഒരു ഡോക്യുമെൻ്ററി എന്നുള്ളതിന് പല പല വിവക്ഷകളും പല പല തലങ്ങളും വന്നു കഴിഞ്ഞു. പക്ഷേ അത് പഠിക്കാനോ ഉൾക്കൊള്ളാനോ ഉള്ള ശേഷി ഉള്ള ഒരു തലമുറയോ ഒരു സാഹചര്യമോ നമുക്ക് ഇല്ലാതിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു കുറവ് നമുക്കുണ്ട്. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് മെട്രോ ഫിലിം സൊസൈറ്റി ഈ 3 ഡോക്യുമെൻ്ററികളിലൂടെ അവതരിപ്പിക്കുന്നത്. മുമ്പും മെട്രോ ഫിലിം സൊസൈറ്റി രാജേഷിൻ്റെ തന്നെ ഇൻലൈറ്റ്നിങ് തണ്ടർ ആൻഡ് റെയിനും അതുപോലെ ആ പറഞ്ഞ ധോബിഗാനയുടെ ചിത്രം വരാൻ പോകുന്നേ ഉള്ളൂ. ഞാനത് നേരത്തെ തന്നെ ഈ ധോബിഗാനയിലെ അലക്കു തൊഴിലാളികളുടെ ഇടയിലിരുന്ന് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അത് അവിസ്മരണീയമായൊരു സംഭവമാണ്. കാരണം ആ ചിത്രത്തിൽ ഉൾപ്പെട്ട ആളുകൾക്കിടയിൽ അവരെ തന്നെ സ്ക്രീനിൽ കാണുന്നതിൻ്റെ ഒരു വലിയ ഒരു തിരുത്തിയെഴുത്ത്, അവരുടെ തന്നെ ജീവിതത്തിൻ്റെ ഒരു വലിയൊരു ആഖ്യാനം ആ സമയത്ത് നമുക്ക് ലൈവായിട്ട് കിട്ടുകയാണ്. അത് അഭിനയിച്ച ആളുകൾക്കിടയിൽ ഇരുന്ന് കാണുമ്പോഴുള്ളൊരു അവസ്ഥയാണ്. ധോബിഗാന എന്ന് പറയുന്നത് അവിടുത്തെ എന്താണെന്നുള്ള ചിത്രത്തിൽ കാണാൻ കഴിയും. ഫോർട്ട് കൊച്ചി വെളിയിലുള്ള അലക്കു തൊഴിലാളികളുടെ ഒരു കേന്ദ്രമാണ്. അപ്പോൾ ആ രീതി, അതുപോലെ തന്നെ നമ്മൾ ആദ്യത്തെ ലൈറ്റ്നിങ് കാണിക്കുന്നത് മെട്രോ ഫിലിം സൊസൈറ്റി ഇവിടുത്തെ കുസാറ്റിൻ്റെ ഒരു ഉപഘടകമായിട്ടുള്ള ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വെച്ചിട്ടാണ്, കുസാറ്റിൻ്റെ ഒരു സ്ഥാപനത്തിൽ വെച്ചിട്ടാണ്. ഇതിലെല്ലാം തന്നെ എനിക്ക് അതുപോലെ തന്നെ രാംദാസിൻ്റെ 2 ചിത്രങ്ങളും മണ്ണും അതുപോലെ തന്നെ ഈ പറഞ്ഞ വി കീപ് സിംഗിങ്ങും മെട്രോ ഫിലിം സൊസൈറ്റി തന്നെയാണ് കളിക്കുന്നത്. മെട്രോ ഫിലിം സൊസൈറ്റിക്ക് ഇനിയും ഇതുപോലുള്ള ഡോക്യുമെൻ്ററികൾ കളിക്കണം എന്ന ആഗ്രഹമുണ്ട്. ഇവിടുത്തെ സെക്രട്ടറി ശ്രീ പ്രകാശ് സാർ ഇത് കാണണം ഈ ഡോക്യുമെൻ്ററികളെ. മാത്രമല്ല നമുക്ക് ഇവിടെ ഈ സ്പേസ് തന്നിരിക്കുന്നതും ചങ്ങമ്പുഴ പാർക്കാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും ലൈവായിട്ടുള്ളൊരു പ്രേക്ഷകരാണ് ഇവിടെ ഉള്ളത്. അവർക്ക് തീർച്ചയായിട്ടും ഈ സിനിമയോടും പ്രത്യേകിച്ച് ഡോക്യുമെൻ്ററി സിനിമയോടും ഒക്കെ എൻഗേജ് ചെയ്യാനുള്ളൊരു നല്ല അവസരമാണ് നമുക്ക് നമ്മുടെ മുന്നിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. തീർച്ചയായും നമുക്ക് സിനിമയിലേക്ക് പോകാം എന്നാണ് തോന്നുന്നത്. നമ്മളെല്ലാവരും കാത്തിരിക്കുന്നു. കാരണം മുൻപ് നമ്മൾ കണ്ടിട്ടുള്ള ഒരു സ്റ്റഡി മോഡിലുള്ള ഡോക്യുമെൻ്ററി ഫിലിമേ അല്ല നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ കാണാൻ പോകുന്നത്. അത് നമ്മുടെ വർത്തമാനത്തിലേക്കും ഒപ്പം തന്നെ ചരിത്രത്തെ തിരിച്ചു പിടിച്ച വർത്തമാനത്തിൽ കൊണ്ടുവരുന്നതുമായിട്ടുള്ള ചിത്രങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അത് ആസ്വദിക്കാം. അതിനുവേണ്ടി എല്ലാവരും ഹൃദയം തുറന്ന് പൂർവ്വധാരണകളില്ലാതെ പുതിയൊരു കാര്യം നമ്മൾ കാണുന്നു, ഉൾക്കൊള്ളുന്നു എന്ന മട്ടിൽ അതിലേക്ക് പ്രവേശിക്കാമെന്ന് കരുതുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ അജിത് കുമാർ, ശ്രീ രാജേഷ് ജെയിംസ്, ശ്രീ രാംദാസ് കടവല്ലൂർ എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ചങ്ങമ്പുഴ പാർക്കിലും സെക്രട്ടറി
പ്രകാശ് സാർ അവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിനും പ്രത്യേകം നന്ദി പറയുകയാണ്. കാരണം ഇനി മുതലുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ നമുക്ക് സ്പേസ് തരുന്നത് ചങ്ങമ്പുഴ പാർക്കാണ്. ഇതുപോലെ ഒരു ലൈവ് ഓഡിയൻസ് എവിടെയും കിട്ടില്ല. അത്രയ്ക്കും ഒരു സൗഹാർദ്ദവും സഹകരണവുമാണ് ഇക്കാര്യത്തിൽ നമുക്ക് കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് ഇതൊരു സാംസ്കാരിക പ്രവർത്തനവും ഒരു അവബോധ പ്രവർത്തനവും ഒപ്പം ഒരു കലാപ്രവർത്തനവുമായിട്ട് യോജിക്കുന്ന ഒരു പാർക്കായതുകൊണ്ടാണ് നമുക്കങ്ങനെ സാധ്യമാവുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോം നമുക്കുണ്ടെങ്കിൽ ഇനിയും കൂടുതൽ ഡോക്യുമെൻ്ററി കാണാം, പ്രദർശിപ്പിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.